ഇങ്ങനെയും ഒരു ന്യായവിധി ഉണ്ട്. സാമ്പിൾ നമ്പർ 2 ഇനി വേറെ ഉണ്ട്. ഇത് തന്നെ ആൾക്കാർ വേർത്തു, ഫാനൊക്കെ ഇട്ടിട്ടും. അത് കാരണം ഞാനാ ന്യായവിധിയുടെ സാമ്പിൾ നിർത്തി. നോക്കുക, ദൈവം നീതിമാനാണ്, മുഖപക്ഷമില്ലാത്തവനാണ്, മുഖം നോക്കാതെ വിധിക്കുന്നവനാണ്. നീ നിന്റെ പാപത്തെ രഹസ്യമെന്ന് കണ്ട് മൂടി വച്ചാൽ അതിനെ പരസ്യമാക്കാൻ ശക്തനായ ഒരു ദൈവമുണ്ട്. എവിടം വരെ നീ മൂടി വെക്കും കുഞ്ഞെ? അഗ്നിജ്വാലയെ വെല്ലുന്ന കണ്ണുള്ള കർത്താവിന്റെ മുമ്പിൽ നിന്റെ ഒരു പാപം പോലും മറഞ്ഞിരിക്കുന്നില്ല, മറച്ചു വെക്കാൻ കഴിയില്ല. അവൻ അഗ്നിയാണ്, അവന്റെ കണ്ണും അഗ്നിയാണ്, അത് സകലവും ശോധന ചെയ്യുന്നു. നീ നടുങ്ങുവീൻ, പാപം ചെയ്യാതിരിപ്പീൻ. 4-ാം സങ്കീർത്തനം 4-ാം വാക്യം. നീ നടുങ്ങുവീൻ, പാപം ചെയ്യാതിരിപ്പീൻ. ദൈവം നീതിമാനാകയാൽ അവനെ ഭയപ്പെടണം. യെസ്, എന്തുകൊണ്ട് യഹോവയെ ഭയപ്പെടണം? ഒന്നാമത്തെ ഉത്തരം എന്തായിരുന്നു? ദൈവം സ്നേഹമാകയാൽ അവനെ ഭയപ്പെടണം. 2, ദൈവം നീതിമാനാകയാൽ അവനെ ഭയപ്പെടണം. 3, ദൈവം പരിശുദ്ധനാകയാൽ അവനെ ഭയപ്പെടണം. ദൈവം പരിശുദ്ധനാകയാൽ അവനെ ഭയപ്പെടണം. പരിശുദ്ധനായ ദൈവത്തിന്റെ അരികത്ത് ഒരശുദ്ധന് ചെന്ന് നിൽക്കാൻ അവകാശമില്ല. അശുദ്ധനായ ഒരു പാപി വിശുദ്ധീകരണം പ്രാപിക്കാതെ പരിശുദ്ധനായ ദൈവത്തിന്റെ സന്നിധിയിൽ ചെന്നു നിന്നാൽ ആളിക്കത്തുന്ന അഗ്നിക്ക് മുകളിലൂടെ ഈ ആമ്പാറ്റ പറന്നുപോയതുപോലെ ഇരിക്കും. ഈ ആമ്പാറ്റയെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. അത് കത്തുന്ന തീക്ക് മുകളിലൂടെ പാറിപ്പോയാൽ എന്നാ പറ്റും? അക്കരെ പോയി ഒരു കട്ടൻ കാപ്പിയൊക്കെ കുടിച്ച് 1 മണിക്കൂർ കഴിയുമ്പോൾ മൂളിപ്പാട്ടും പാടി ഇക്കരയ്ക്ക് വരും. ഉവ്വോ തീക്ക് മുകളിലൂടെ പോകുന്ന നിമിഷം ചിറക് കരിഞ്ഞ് തീയിൽ വീണും എന്ന് പൊട്ടും. പിന്നെ അതിനെ ആരും കാണില്ല. അഗ്നിക്ക് മുകളിൽ ഈ ആമ്പാറ്റ പോലെ മനുഷ്യൻ കരിഞ്ഞു പോകും. ദൈവമക്കളെ, പരിശുദ്ധനായ ദൈവത്തിന്റെ ചാരത്ത് യോഗ്യത കൂടാതെ ചെന്നു നിന്നാൽ, അതുകൊണ്ടാണ് പറയുന്നത്, പരിശുദ്ധ കുർബാന കൈക്കൊള്ളുന്നതിനു മുമ്പ് ജ്വലിപ്പിക്കുന്ന അഗ്നിയാകുന്ന തീക്കട്ടയാകുന്ന കർത്താവിനെ തിന്നുന്നതിനു മുമ്പ് നീ നിന്റെ ജീവിതത്തെ ശോധന ചെയ്യണമെന്ന്. സകല പാപങ്ങളോടും വിട പറഞ്ഞിട്ട് വേണം പരിശുദ്ധനായ ദൈവത്തിന്റെ മാംസരക്തങ്ങളാകുന്ന പരിശുദ്ധ കുർബാന നീ കൈക്കൊള്ളുവാൻ. യോഗ്യത കൂടാതെ തിരുവത്താഴം കയ്യിൽ വാങ്ങിയാൽ ആ അഗ്നി നിന്നെ കത്തിച്ചു കളയും. ഇത് ഒരുപാട് പേർക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. വിശുദ്ധനായ പൗലോസ് കൊരിന്ത്യ സഭയിൽ എഴുതി കൊരിന്ത്യ ലേഖനം 1-ാം ലേഖനം 11-ാം അധ്യായം 26 മുതലുള്ള തിരുവചനങ്ങൾ മശിഹായുടെ തിരുശരീരങ്ങളെ സംബന്ധിച്ചും അന്ത്യ അത്താഴ ശുശ്രൂഷയെ സംബന്ധിച്ചുമാണ് പൗലോസ് അവിടെ വർണ്ണിക്കുന്നത്. എന്നിട്ട് പൗലോസ് പറഞ്ഞു, ഒരുത്തൻ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിക്കുവാൻ, ഈ പാനപാത്രം കുടിക്കുവാൻ. ഒരുത്തൻ തന്നെത്താൻ ശോധന ചെയ്യാതെ ഈ അപ്പം ഭക്ഷിക്കുകയോ പാനപാത്രം കുടിക്കുകയോ ചെയ്താൽ അവൻ മശിഹായുടെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരനാകുന്നു. ഇത് ഹേതുവായി, ശോധന ചെയ്യാതെ ഇത് ഭക്ഷിച്ച് പാനം ചെയ്തത് ഹേതുവായി നിങ്ങളിൽ ചിലർ രോഗികളും ചിലർ ബലഹീനരും ചിലർ മരിച്ചവരുമായിരിക്കുന്നുവെന്ന് അപ്പോസ്തലൻ കണ്ടെത്തി. യോഗ്യത കൂടാതെ പരിശുദ്ധ കുർബാന വാങ്ങി തിന്നാൽ ആ തീക്കട്ട നിനക്ക് ശാപമായി വരും. ദൈവ പൈതലെ, ശാപമായി വരും. ഇത് രക്ഷിക്കുന്ന തീക്കട്ടയാണ്, സൗഖ്യമാക്കുന്ന തീക്കട്ടയാണ്, വിടുതൽ നൽകുന്ന തീക്കനലാണ്, നിന്നെ നിത്യജീവൻ അണിയിക്കുന്ന തീക്കനലാണ്. പക്ഷെ നീ അത് യോഗ്യത കൂടാതെ സമീപിച്ചാൽ അത് നിനക്ക് തീർച്ചയായിട്ടും ശാപമായി വരും. അതിനുദാഹരണം പറയട്ടെ. ലോകത്താദ്യമായി പരിശുദ്ധ കുർബാനയുടെ സംസർഗത്തിൽപ്പെട്ട ആളാരാണാവോ? ഏറ്റവും ആദ്യമായി തിരുവത്താഴം വാങ്ങിത്തുന്ന മനുഷ്യനാരാണാവോ? നിങ്ങൾക്കറിയില്ലായിരിക്കാം. ആ മനുഷ്യന്റെ പേര് ഇസ്കറിയോത്ത യൂദ. ഞെട്ടണ്ട, ബൈബിളിലുണ്ട്. യോഹന്നാൻ എഴുതിയ രക്ഷാസുവിശേഷം 13-ാം അധ്യായം വീട്ടിൽ പോയി വായിക്കണം. ഹോംവർക്ക്. അത് വീട്ടിൽ പോയി വായിക്കാതെ ഇന്ന് ആരെങ്കിലും കിടന്നുറങ്ങാൻ ശ്രമിച്ചാൽ നിങ്ങൾ ഉറങ്ങൂല്ല എന്നെ കുറ്റം പറയരുത്. ഇന്ന് തന്നെ വായിക്കണം. കഷ്ടപ്പാടായി എന്റെ അച്ഛ. ഇനി അത് വായിക്കണമെങ്കിൽ എന്തോരം പാടാ. അയലുക്കത്ത് വീട്ടിൽ പോകണം ബൈബിള് മേടിക്കാൻ. കൊണ്ടുവന്നിട്ടുണ്ടോ? സ്വന്തമായിട്ടുണ്ടോ? എവിടെയെങ്കിലും പോകാൻ നേരത്ത് തുണി കൊടുക്കാൻ വേണ്ടി അയലുക്കത്ത് വീട്ടിൽ പോയി ചോദിക്കാറില്ലല്ലോ. വായിക്കണം തോന്നുമ്പോൾ വേദവസ്തു അയലുക്കത്ത് വീട്ടിൽ പോയി മേടിക്കേണ്ടി വരുന്ന ഗതിയുള്ളവർ ആരെങ്കിലും വന്നിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സ്വന്തമായിട്ടൊരു ബൈബിൾ വാങ്ങണം, സ്വന്തമായി എൻ്റെ എന്ന് പറയാൻ. ഇരിക്കട്ടെ, സാഹചര്യവശാൽ പറഞ്ഞതാണ്. പ്രിയപ്പെട്ടവരെ, ആ അധ്യായത്തിൽ പറയുന്നു, യേശുക്രിസ്തു അപ്പകണ്ഠം മുക്കി
ശിമോൻ ഇസ്കറിയോത്താവിന്റെ മകനായ യൂദായ്ക്ക് കൊടുത്തു. അവനോട് നീ ചെയ്യാനുള്ളത് വേഗത്തിൽ ചെയ്യുക എന്ന് പറഞ്ഞു. അപ്പകണ്ഠം വാങ്ങിയ ഉടനെ അവനിൽ സാത്താൻ കടന്നു. അങ്ങനെ തന്നെയാണ് വചനം എഴുതിയിട്ടുള്ളത്. അപ്പകണ്ഠം വാങ്ങിയ ഉടനെ അവനിൽ സാത്താൻ കടന്നു. എപ്പോഴാ സാത്താൻ കടന്നത്? അയോഗ്യമായി അപ്പകണ്ഠം വാങ്ങിയ ഉടനെ അവനിൽ സാത്താൻ കടന്നു. ഈ പരിശുദ്ധനായ ഗുരുനാഥന് 30 വെള്ളിക്കാശിന് യഹൂദന്മാർക്ക് ഒറ്റിക്കൊടുക്കുവാൻ പറഞ്ഞൊത്തിട്ട് അഡ്വാൻസ് വാങ്ങി മടിശീലയിൽ കെട്ടിവെച്ചുകൊണ്ടാണ് വഞ്ചകൻ യൂദാ, ചതിയൻ യൂദാ ഇപ്പോൾ തിരുവത്താഴം പങ്കുവെക്കാൻ വന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, ആ തീക്കട്ട അവൻ വാങ്ങിയ നിമിഷം അവന്റെ ഉള്ളിൽ സാത്താൻ കടന്നു. എന്നിട്ട് എന്തുണ്ടായി? ഇപ്പോൾ സാത്താൻ അവന്റെ ഉള്ളിലുണ്ട്. മിസ്റ്റർ യൂദായുടെ ഈ കൺട്രോളിംഗ് ഇൻസ്പെക്ടർ ആരായി ഇപ്പോ? മിസ്റ്റർ സാത്താൻ. സാത്താൻ യൂദായുടെ ഉള്ളിലിരുന്ന് അവരോട് പറഞ്ഞു, എടാ നീ ഈ ഗുരുവിനെ ഒറ്റിക്കൊടുക്ക, 30 വെള്ളി കിട്ടും, 30 വെള്ളി കിട്ടും, 30 വെള്ളി ഒറ്റിക്കൊടുക്കടാ. അപ്പൊ എന്റെ ഭാവനയാണ്, യൂദായ്ക്ക് ഒരു സംശയം, അല്ല എന്റെ കർത്താവിനെ ഒറ്റിക്കൊടുത്താൽ അവന്മാരെങ്ങാനും എന്റെ കർത്താവിനെ പിടിച്ചുകൊണ്ടുപോയി കൊന്നാലോ? എടാ യൂദാ, നീ ഇത്ര പൊട്ടനായി പോയല്ലോ. നിന്റെ കർത്താവ് ആരാന്നാ നിന്റെ വിചാരം? കടലലകൾക്കും മീതെ നഗ്നപാതനായി നടന്നു നീങ്ങിയവൻ, അലറി മറയുന്ന കാറ്റിനെയും കടലിനെയും ആംഗ്യത്താൽ തടഞ്ഞു നിർത്തിയവൻ, അത്ഭുതങ്ങളുടെ ഉറവിടമായ നിന്റെ കർത്താവിന്റെ കയ്യിൽ വിലങ്ങി വെക്കാൻ ലോകത്ത് എവിടെയാണ് പോലീസ് ഉള്ളത്? അത് ശരിയാണല്ലോ. നീ ഒറ്റിക്കൊടുക്കടാ, കിട്ടണത് കീശേ കിടക്കും, കർത്താവ് അവന്റെ വഴിക്കും പോവും. യൂദായ്ക്ക് സാത്താൻ പറഞ്ഞു കൊടുത്ത ഒരു നമ്പർ ഇവിടെ ഇരിക്കുന്ന പലരോടും സാത്താൻ ഇത് തന്നെ പറഞ്ഞു കൊടുക്കണത്. കൈക്കൂലി എന്തോരം പേര് മേടിക്കുന്നുണ്ട്, നീ ആയിട്ട് എന്തിനാ മേടിക്കാണ്ടിരിക്കണേ? കിട്ടണത് കീശേ കിടക്കും, ഇങ്ങോട്ട് മേടിക്ക്. എന്നാ കർത്താവ്? സാത്താൻ പലരോടും പലതും പറഞ്ഞു കൊടുക്കും. എന്തോരം ആൾക്കാർ ഈ ലോകത്ത് കള്ളുകുടിക്കുന്നുണ്ട്. അപ്പൊ നീ ഒരുത്തം മാത്രം ഇങ്ങനെ കള്ളുകുടിക്കാണ്ട് നടന്നാൽ ഇത്ര വലിയ പുണ്യവാളനാവും. എടാ, എല്ലാരും കുടിക്കുന്നുണ്ട്, പിന്നെ നീ മാത്രമായിട്ട് കുടിക്കാനില്ല. വല്ലപ്പോഴൊക്കെ ഒരെണ്ണം കുടിച്ചാൽ കുഴപ്പമൊന്നുമില്ല, ഓർമ്മ അങ്ങോട്ട് കുടിച്ചോ. ന്യായം സാത്താൻ പറഞ്ഞു കൊടുക്കും. വേറെ ചിലരോട് സാത്താൻ പറയും, അതെ ഈ മദ്യപാനം ഭയങ്കര കുഴപ്പമാണ്, നീ അത് നിർത്തിക്കോ. പക്ഷെ പുകവലിക്കണേനും മുറുക്കണേനും അത്യാവശ്യത്തിന് നുണയൊക്കെ പറഞ്ഞതിനും കുഴപ്പമൊന്നുമില്ല, അതൊക്കെ എല്ലാരും ചെയ്യണതാ. ഈ കഴിഞ്ഞ ദിവസം ഒരു മനുഷ്യൻ എന്നെ കാണാനായിട്ട് വന്നു. കൗൺസിലിംഗ് എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ട് ഈ പെരുമ്പാവൂര് നടത്തേണ്ട എല്ലാ ബുധനാഴ്ചയും. ആ മനുഷ്യന്റെ മകൻ അതിന്റെ തലേ ബുധനാഴ്ച എന്നെ കാണാൻ വന്നു. ഞാൻ ഇരിക്കുന്ന മുറിയിൽ കയറി വന്നിട്ട്, അച്ചു നമസ്കാരമുണ്ട് എന്ന് പറഞ്ഞു. 34 വയസ്സുള്ള കല്യാണം കഴിഞ്ഞിട്ടില്ലാത്ത ചെറുപ്പക്കാരൻ, നമസ്കാരമുണ്ട്. എന്റെ മോനെ പോന്നേ, എനിക്ക് താല്പര്യം ഉണ്ടായിട്ട് വന്നതല്ല, എന്റെ അപ്പനും അമ്മയും കൂടെ ഇവന്റെ കസ്റ്റഡിയിൽ എന്നെ പറഞ്ഞു വിട്ടതാണ്. നീ എന്ത് കുടിച്ചിട്ട് വന്നത്? എനിക്ക് അച്ഛനോട് 2 എണ്ണം പറയാനൊരു ധൈര്യം കിട്ടാൻ ഞാൻ കുടിച്ചിട്ട് വന്ന. ഒരുപാടൊന്നും സംസാരിച്ചില്ല, പൊക്കോളാൻ പറഞ്ഞു. പിറ്റേ ഞാൻ ബുധനാഴ്ച അവന്റെ അപ്പനും അമ്മയും കൂടെ എന്നെ കാണാൻ വന്നു. ഞാൻ വിളിച്ചിട്ടൊന്നുമല്ല, അച്ഛാ ഞങ്ങൾ ഇന്നയാളുടെ അപ്പനും അമ്മയാണെന്ന് പറഞ്ഞു. ഓക്കെ, സംസാരിച്ചു. മോന്റെ കാര്യമൊക്കെ സംസാരിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഈ അപ്പനോട് ചോദിച്ചു, മോന്റെ കൂടി നിർത്തണമെന്നും പറഞ്ഞല്ലേ വന്നേ? അതെ. ഈ അപ്പൻ എന്ന് പറയുന്ന കക്ഷി നന്നായിട്ട് മുറുക്കൂലോ? ഞാൻ മുറുക്കും. പുക നന്നായിട്ട് വലിക്കൂലോ? ഞാൻ വലിക്കും. പണ്ട് നന്നായിട്ട് കള്ളുകുടിക്കായിരുന്നു അല്ലേ? ഉവ്വാച്ചോ. മോൻ കുടി തുടങ്ങിയപ്പോഴല്ലേ നിർത്തിയേ? അതെ, മോൻ കുടി തുടങ്ങിയപ്പോ മോൻ നന്നാവാൻ വേണ്ടി അപ്പം നിർത്തി. ഇപ്പൊ മോൻ പറയണത് അപ്പം നിർത്തിയത് അപ്പന്റെ മോൻ കൂടി തുടങ്ങിയപ്പോഴല്ലേ? എന്റെ മോൻ കൂടി തുടങ്ങുമ്പോ ഞാൻ നിർത്തിക്കോളാം. അവന് മോൻ ഉണ്ടാവുമല്ലോ എന്ന് പോലും തീരുമാനമായിട്ടില്ല. ഇനി ഉണ്ടായിട്ടുണ്ടോന്ന് ആർക്കറിയാം, കല്യാണം കഴിഞ്ഞിട്ടില്ല. പ്രിയപ്പെട്ടവരെ, ലോകം ഈ അപ്പനോട് ഞാൻ ചോദിച്ചു, എന്റെ സുഹൃത്തെ, താങ്കൾ ഈ പുകവലിയും ഈ മുറുക്കും നിർത്താതെ മോന്റെ കുടി മാറ്റാൻ വന്ന കാര്യം എന്തേ? എന്റെ അച്ഛൻ, അത് ഇത്ര വലിയ പാപമാണോ? വളരെ ചെറിയ പാപങ്ങളല്ലേ, അതൊക്കെ വലിയ കുഴപ്പമുള്ള സംഗതിയാണ്. മദ്യപാനം ഭയങ്കര കുഴപ്പം, അത് മാറി കിട്ടിയാൽ മതി, മറ്റൊന്നും കുഴപ്പമില്ല എന്ന് ഇവിടെ ഇരിക്കുന്ന ചിലർക്ക് അങ്ങനെ ധാരണയുണ്ട്. അച്ഛനൊരു ചോദ്യം ചോദിക്കട്ടെ, ഒരുപാട് പേര് കല്ലെ തട്ടി വീണിട്ടുണ്ട്. നിങ്ങളും തട്ടി വീണിട്ടില്ലേ? തട്ടി വീണിട്ടില്ലേ? ഏതെങ്കിലും ഒരു മനുഷ്യൻ വലിയൊരു കല്ലെ തട്ടി വീണത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അയാളെക്കാളും വലിയൊരു കല്ലെ തട്ടി വീണത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഒരാനയെ തട്ടി ആരെങ്കിലും താഴെ വീണിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല. തട്ടി വീണോടത്തോളം മനുഷ്യര് മുഴുവൻ തട്ടി വീണിട്ടുള്ളത് കാണാനില്ലാത്ത കല്ലെ തട്ടിയ അല്ലേ? പറ. വളരെ കുഞ്ഞു കല്ലെ തട്ടിയിട്ടാണ് ഈ ആൾക്കാർ മുഴുവൻ വീണിട്ടുള്ളതും പരിക്ക് പറ്റിയിട്ടുള്ളതും. അപ്പോൾ സാത്താന്റെ ഒരു കൊടിയ തന്ത്രമാണിത്. അതത്ര കുഴപ്പം പിടിച്ച പാപമൊന്നുമല്ല, നീ സാരമാക്കണ്ട. ഈ കുഞ്ഞു പാപമാണ് നിന്നെ നരകത്തിൽ കൊണ്ടുപോവുക. യെസ്,
നീ നിസ്സാരമെന്നെണ്ണുന്ന, നീ സാരമില്ല എന്ന് പറയുന്ന ആ പാപമാണ് സാത്താന്റെ ആയുധം. നീ നശിച്ചു പോകും കുഞ്ഞെ. ബി കെയർഫുൾ. നന്നായിട്ട് സൂക്ഷിക്കണം. ഇത് സാത്താന്റെ നമ്പറാണ്. നീ പിടികൊടുക്കാതിരിക്കണം. നീ നിന്നെ തന്നെ കരുതിക്കൊള്ളണം. ഓർക്കുക, അപ്പോൾ ദൈവമക്കളെ, ഈ യൂദായോട് സാത്താൻ പറഞ്ഞു കൊടുത്തു, ഈ കിട്ടണ കാശ് നീ കയ്യിൽ മേടിച്ചോ, നിന്റെ കർത്താവിനെ അവർ ഒന്നും ചെയ്യില്ല. നിന്റെ കർത്താവ് ആരാന്നാ നിന്റെ വിചാരം? അവൻ പിടികൊടുക്കൂല. യൂദാ ചിന്തിച്ചു നോക്കുമ്പോ ശരിയല്ലേ, എന്റെ കർത്താവിന്റെ കയ്യിൽ വിലങ്ങ് വയ്ക്കാൻ ഏത് പോലീസിനെ കൊണ്ട് പറ്റും? കിട്ടണത് ലാഭം. ഞങ്ങളുടെ നാട്ടിലൊരു ചൊല്ലുണ്ട്, എട്ടണയാണെങ്കിൽ എട്ടണ കിട്ടണയായി എന്ന്. നിങ്ങളുടെ നാട്ടിലുണ്ടോ ആ ചൊല്ല്? അണയില്ലാത്ത കാലമായി. ഇപ്പൊ പൈസയില്ല, രൂപ മാത്രമേ ഉള്ളൂ. എട്ടണയാണെങ്കിൽ എട്ടണ കിട്ടണയായി എന്ന്. 30 വെള്ളിക്കാശെങ്കിൽ 30 വെള്ളിക്കാശ്. കർത്താവൊക്കെ രക്ഷപ്പെട്ടോളും, നോ പ്രോബ്ലം. യൂദ കർത്താവിനെ ഒറ്റിക്കൊടുത്തു. പക്ഷെ യൂദായിക്ക് കണക്ക് കൂട്ടൽ തെറ്റിപ്പോയി. കർത്താവ് പിടിക്കപ്പെട്ടു, വസ്ത്രാക്ഷേപം ചെയ്യപ്പെട്ടു, അടിക്കപ്പെട്ടു, മർദ്ദിക്കപ്പെട്ടു, മുൾക്കിരീടം ധരിപ്പിക്കപ്പെട്ടു. ഈ യേശു കുരിശു ചുമപ്പിക്കപ്പെട്ടു. കാൽവരി ക്രൂശിൽ അവൻ പീഡയേറ്റു പിടഞ്ഞു മരിച്ചു. യൂദ ഞെട്ടി. അവന് ആകെ അടിസ്ഥാനം പറഞ്ഞുപോയി. അയ്യോ, എന്റെ പ്രതീക്ഷ തെറ്റി, എന്റെ ഗുരു പിടിക്കപ്പെട്ടു, എന്റെ ഗുരു കൊല്ലപ്പെട്ടു. അയ്യോ, ഞാനിനി എന്ത് ചെയ്യും? ഞാനിനി എന്ത് ചെയ്യും? ഞാനിനി എന്ത് ചെയ്യും? അയ്യോ, ഞാനിനി എന്ത് ചെയ്യും? ഇപ്പൊ യൂദായുടെ ഉള്ളിൽ ആരുണ്ട്? മിസ്റ്റർ സാത്താൻ. അവൻ പറഞ്ഞു, യൂദ നീ എന്താ ചെയ്യണ്ടെന്നല്ലേ ചോദ്യം. ഞാൻ പറയാം. അയ്യോ, ഞാൻ എന്ത് ചെയ്യും? അപ്പോ സാത്താൻ പറഞ്ഞു കൊടുത്തേ, ഇനിയിപ്പോ ഒറ്റ കാര്യം ചെയ്യാനുള്ളൂ. ഏതായാലും നിന്റെ കർത്താവ് പോയി ചത്തില്ലേ, നീ ജീവിച്ചിട്ട് കാര്യമില്ല, നീയും പോയി ചാവടാന്ന്. എങ്ങനെ ചാവും? പോയി തൂങ്ങിച്ചാവടാന്ന്. ആരാ പറഞ്ഞു കൊടുത്തത്? സാത്താൻ. സാത്താൻ എപ്പോഴാ ഉള്ളിൽ കയറിയത്? അർഹത കൂടാതെ തിരുവത്താഴം വാങ്ങിയപ്പോ. സൂക്ഷിക്കണം. അനേകം പേരുടെ ജീവിതത്തിൽ ഇത് നാശത്തിന് കാരണമായി തീർന്നിട്ടുണ്ട്. അശുദ്ധിയോട് വിട പറയാതെ, വ്യഭിചാരത്തോട് വിട പറയാതെ, മദ്യപാനാസക്തിയോട് വിട പറയാതെ, നിന്റെ ദുഷിച്ച ശീലങ്ങളോട് വിട പറയാതെ, കള്ളക്കുമ്പസാരം നടത്തി കർത്താവിനെയും കത്തനാരെയും കബളിപ്പിച്ചിട്ട് നീ പരിശുദ്ധ കുർബാന വാങ്ങിയെങ്കിൽ അത് നിനക്ക് തീയാണ്. നീ തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിൽ രാത്രി നീ അത് ബോധ്യപ്പെടണം കുഞ്ഞേ. നീ നിന്റെ ദൈവത്തെ കബളിപ്പിക്കരുത്. ഒരുപാട് പേരുടെ ധാരണ ഇത് ഇന്ന് ചെയ്യാതിരുന്നാൽ മതി, നാളെ ചെയ്താൽ കുഴപ്പമില്ല. കുറെ പേര് കുർബാന അനുഭവിക്കാൻ വേണ്ടി തലവസം അത്താവ് കൊണ്ട് കഴിഞ്ഞാൽ പിന്നെ പുകവലിക്കില്ല, മുറുക്കില്ല, ചുണ്ണാമ്പൊക്കെ തേച്ച് വയ്ക്കും. കാരണം ഇത് കഴിഞ്ഞിട്ട് വേണം പിടിപ്പിക്കാൻ. രക്ഷപ്പെടില്ല. നീ നിന്റെ പാപത്തോട് പൂർണ്ണമായും വിട പറയണം. ദൈവത്തെ ഒളിച്ചു വെക്കണ്ട. അവൻ ജ്വലിപ്പിക്കുന്ന അഗ്നിയാണ്. ഈ ദൈവത്തിങ്കൽ നീ അടുത്തു നിൽക്കാൻ നിനക്ക് അർഹത ഉണ്ടാകണമെങ്കിൽ നീ വിശുദ്ധീകരണം സമ്പാദിക്കണം. ഒരശുദ്ധനും ഒരു പാപിയും പരിശുദ്ധനായ ദൈവത്തിന്റെ രാജ്യത്തിൽ കടക്കില്ല. അവനെ കാണില്ല, നിത്യത പോകില്ല. യോഗ്യത പ്രാപിക്കണം. ദൈവപൈതലെ, യോഗ്യത പ്രാപിക്കണം. വിശുദ്ധീകരണം അല്ലാതെ മറ്റൊരു മാനദണ്ഡമില്ല കർത്താവിനെ പ്രാപിക്കാൻ, അവിടുത്തെ രാജ്യത്തിൽ പോകാൻ. ഇന്ന് രാത്രി ആര് മനസ്സ് വയ്ക്കും? നിന്റെ ദൈവം പരിശുദ്ധനാകയാൽ നീ അവനെ ഭയപ്പെടണം. എങ്ങനെയെങ്കിലും നടന്നാൽ ദൈവരാജ്യത്തിലെത്താൻ പറ്റില്ല. യോഗ്യത പ്രാപിക്കണം. 3 കാരണങ്ങളാൽ യഹോവയെ ഭയപ്പെടണം. 1, ദൈവം സ്നേഹമാകയാൽ. 2, ദൈവം നീതിമാനാകയാൽ. 3, ദൈവം പരിശുദ്ധനാകയാൽ ഭയപ്പെടണം. ആമേൻ, ആമേൻ. നിങ്ങൾ മടുത്തോ? നിങ്ങളുടെ ഇരിപ്പൊക്കെ കണ്ടിട്ട് ഏതാണ്ട് സംഭവിച്ച മാതിരിയുണ്ട്. ചിലരൊക്കെ ചാഞ്ഞു, ചിലരൊക്കെ ചെരിഞ്ഞു, ചിലരൊക്കെ നിദ്ര പ്രാപിച്ചു. ഒരു കാര്യം അച്ഛൻ പറഞ്ഞേക്കാം, പള്ളിയകത്തിരുന്ന് നിദ്ര പ്രാപിക്കുന്നത് വലിയ ഭാഗ്യ. പക്ഷെ തിരിച്ചു വീട്ടിൽ കൊണ്ടുപോകില്ല. ഇവിടെ വെച്ച് തന്നെ പാട്ടുപാടും, സെമിത്തേരിയിലേക്ക് വിടും. പോകുന്നേ നൽകാൻ എന്റെ കണക്കെല്ലാം സർവരഹസ്യ വിധീശന്തൻ തിരുസന്നിധിയിൽ. കേട്ടിട്ടുണ്ടോ? കണക്ക് കൊടുക്കേണ്ടി വരും. യോഗസ്ഥലത്തിരുന്ന് ഉറങ്ങണവരുടെ കഥ അത്രയ്ക്ക് കഷ്ടമാണ്. പണ്ട് പൗലോസ്ലീഹ പ്രസംഗിച്ചുകൊണ്ടിരുന്നു. ഇന്നും പ്രസംഗിക്കുന്നത് ഒരു പൗലോസ. പൗലോസ്ലീഹായ്ക്ക് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രസംഗത്തിന്റെ ബ്രേക്ക് പോയി. എനിക്കും ചിലപ്പോൾ അങ്ങനെ സംഭവിക്കാറുണ്ട്. രാത്രി 3 മണി വരെ പൗലോസ്ലീഹ പ്രസംഗിച്ചു.
ഒരു ചെറുപ്പക്കാരൻ വേറെ ഒരുപാട് സ്ഥലം ഉണ്ടായിട്ടും കിളിവാതയ്ക്ക് കയറിയിരുന്നു. ഇവിടെ ചിലർ കിളിവാതയ്ക്ക് ഇരിപ്പുണ്ട്. അവൻ ഉറക്കം തൂങ്ങി പിടുത്തം വിട്ട് താഴെ പോയി കഴുത്തൊടിഞ്ഞ് മരിച്ചുപോയി. യൂത്തിക്കോസ് എന്നാണ് അവന്റെ പേര്. അവനെ എടുത്തോണ്ട് വന്നപ്പോ പൗലോസ്ലീഹ അവനെ ഉയർപ്പിച്ചു. ഇന്ന് അങ്ങനെ വല്ലവരും വീണിട്ട് എടുത്തുകൊണ്ട് വരികയാണെങ്കിൽ 1-ാം ക്രമം ഞാൻ ഫ്രീ ആയിട്ട് നടത്തും. ഉയർപ്പിക്കുമെന്ന് ഓർത്ത് ആരും വീഴാൻ നിൽക്കണ്ട. എന്നെ കൊണ്ട് പറ്റാഞ്ഞിട്ടല്ല, ഞാൻ ചെയ്യൂല ചേട്ടാ. ആമേൻ. അതോർത്ത് ആരും ഇവിടെ മെനക്കെട്ടിരിക്കരുത്. സൂക്ഷ്മതയോടെ ഇരിക്കണം. ദൈവത്തിന്റെ വചനത്തെ ലാഘവപ്പെടുത്തരുത്. ഇപ്പൊ ഒന്ന് ഫ്രഷ് ആയില്ലേ? ഓക്കെ. അപ്പോ ദൈവത്തെ ഭയപ്പെടുക. ഒന്ന്, ഭാഗ്യവാനാകണമെങ്കിൽ ദൈവത്തെ ഭയപ്പെടണം. നിങ്ങളുടെ പേര് ഭാഗ്യവാന്മാരുടെ പട്ടികയിൽ ഉണ്ടാവുമോ? ഒരു കൊച്ചു സത്യം പറഞ്ഞു, ഇല്ലാന്ന്. ഈ പുള്ളവായിൽ കള്ളമില്ല എന്നുള്ള ചൊല്ല് സത്യ. അതെന്താണെന്നറിയോ? ഞാന് കണ്ണൂർ ജില്ലയിൽ താമസിക്കുമ്പോൾ കണ്ണൂർ ജില്ലയിൽ ഒരു അഴീക്കോട് ഉണ്ട്. ഒരഴീക്കോട്, ഈ തൃശ്ശൂർ ഒരു അഴീക്കോടുണ്ട്. കണ്ണൂർ ജില്ലയിൽ അഴീക്കോട് ലത്തീൻ കത്തോലിക്ക പള്ളിയിൽ 3 ദിവസത്തെ ധ്യാനം നടക്കുക. ജ്ഞാനം നടത്തുന്നത്. അപ്പൊ അതിന്റെ 2-ാമത്തെ ദിവസം ധ്യാനം നടന്നുകൊണ്ടിരിക്കുമ്പോ ഞാൻ പറക്കും തളികകളെ കുറിച്ച് പറഞ്ഞു. പറക്കും തളിക നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. ഇപ്പോ കൊച്ചുള്ള സത്യം വിളിച്ചു പറയും. ഞാൻ ഈ പറക്കും തളികയുടെ കഥ പറഞ്ഞ് ചില വീട്ടിലൊക്കെ എന്നും പറക്കും തളിക വരാറുണ്ട്. എന്താണെന്നറിയോ? അപ്പൻ വൈകുന്നേരം ആവുമ്പോ 2 എണ്ണം വിട്ടേച്ചു വരും. 4 ഡയലോഗ് അങ്ങ് കാച്ചും. എന്താടി നീ ഇവിടെ എടുത്ത ചോറൊക്കെ ഇല്ലേടി എന്നൊക്കെ ചോദിക്കും. ഇവക്ക് ഇഷ്ടപ്പെടില്ല. ഇവൾ ഈ ചോറ് വിളമ്പി പാത്രം മേശപ്പുറത്ത് വിളുങ്ങ് എന്ന് പറഞ്ഞ ഒറ്റ ഇടിയില്ല. ഈ പാത്രം വീണ ഒച്ച കേട്ടപ്പോ തന്നെ ഇതിയാന്റെ ഉള്ളിൽ കിടക്കുന്നത് ചൂടനാണ്. ഇയാൾക്ക് ഇരട്ടി ചൂടാണ്. അപ്പൊ ഇയാൾക്ക് നല്ല ചൂടായി. ഇയാള് ഒരു നോട്ടം നോക്കും. ഇവൾ അടുക്കളയിൽ പോയിട്ട് കറിപ്പാത്രം എടുത്തുകൊണ്ടെങ്കിൽ വരുമ്പോ ഈ പാത്രം പൊക്കി പിടിച്ചിട്ട്, നീ എന്റെ മുഖത്തേക്ക് ചോറ് എറിഞ്ഞു വരൂല്ലടി, ഇന്ന പിടിന്ന് പറയും. പറക്കം തളിക നമ്പർ 1. ഇത് നേരെ ചെന്നതിന്റെ നെറ്റിയെ വീണ് പൊട്ടുമ്പോ ഈ പെണ്ണിന് വേദനയുടെ, അപമാനത്തിന്റെ, ടെൻഷന്റെ എല്ലാം എന്നാ നീ പിടിക്കടാന്ന് പറഞ്ഞ് 2 തളിക കയ്യിൽ പിടിച്ച കരിപ്പാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും എറിയും. അപ്പോ പറക്കം തളിക നമ്പർ 2, 3. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തളികയുടെ പ്രളയമാണ്. ഞാനിത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോ മുമ്പിലിരുന്നൊരു കൊച്ചു ചാടി എണ്ണിട്ട് ഞങ്ങളുടെ വീട്ടിൽ ഇന്നലെയും വന്നിട്ടുണ്ടായിരുന്നു വെച്ചാൽ. അതാ ഞാൻ പറഞ്ഞത്, ഈ പിള്ളേര് സത്യം പറയും. ഇനിയുള്ള യോഗത്തിനൊക്കെ പിള്ളേരെ പുറകിൽ ഇരുത്തണം, അല്ലെങ്കിൽ അത് പരിക്കാവും. ഇപ്പൊ ഒരു കൊച്ചിനോട് ചോദിച്ചു, ഭാഗ്യവാന്റെ പട്ടികയിൽ പേരെഴുതിയിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോ മുതിർന്നവരൊക്കെ മിണ്ടാതിരുന്നു. കള്ള ലക്ഷണം അത്. കൊച്ച സത്യം പറഞ്ഞു, ഇല്ലാന്ന്. അമ്മയുടെ മടിയിലിരുന്ന് ഉറങ്ങണ കൊച്ചു ഉറക്കം തെളിഞ്ഞ് സത്യം വിളിച്ചു പറയും ചിലപ്പോ. ഇവിടെ ചിലർ ഉറക്കം നടിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, 1, ഭാഗ്യവാനാകാൻ നീ നിന്റെ യഹോവയെ ഭയപ്പെടണം. 3 കാരണങ്ങളാൽ പറഞ്ഞല്ലോ. 2, നീ യഹോവയുടെ വഴികളിൽ നടക്കണം. യഹോവയുടെ വഴികളിൽ നടക്കണം. യഹോവയുടെ വഴി എന്നൊരു വഴിയുണ്ട്. അത് വിശുദ്ധിയുടെ വഴിയാണ്. അത് നീതിയുടെ വഴിയാണ്. അത് ധാർമ്മിക ബോധത്തിന്റെ വഴിയാണ്. അത് സ്വർഗത്തിലേക്ക് തുറക്കപ്പെടുന്ന വഴിയാണ്. അത് ദൈവാരാധനയുടെ വഴിയാ, കുടുംബ പ്രാർത്ഥനയുടെ വഴിയാ, കൂട്ടായ്മയുടെ വഴിയാ, ആലയാരാധനയുടെ വഴിയാ, ദൈവ സംസർഗത്തിന്റെ വഴിയാ. ഈ വഴിയോ നിന്റെ വഴി? 2ാമത് വേറൊരു വഴിയുണ്ട്. അത് പാപത്തിന്റെ വഴിയാ, മദ്യപാനത്തിന്റെ വഴിയാ, വെറിക്കൂത്തിന്റെ വഴിയാ, വ്യഭിചാരത്തിന്റെ വഴിയാ, ലോക ഇമ്പങ്ങളുടെ വഴിയാ, അന്യായത്തിന്റെ വഴിയാ, വക്രതയുടെ വഴിയാ, അമ്മാവിയമ്മ പോരിന്റെ വഴിയാ, അമ്മാവിയമ്മയോടുള്ള പോരിന്റെ വഴിയാ, മത്സരത്തിന്റെ വഴിയാ, കൈക്കൂലിയുടെ വഴിയാ, കള്ളക്കേസിന്റെ വഴിയാ. ആ വഴി നരകത്തിലേക്ക് തുറക്കുന്നതാ. ഈ രാത്രി ദൈവ പൈതലേ, ഇതിലേത് വഴി നിന്റെ സഞ്ചാരം? ഇപ്പൊ ആൾക്കാരിരുന്ന് കൂട്ടുകയും കഴിക്കുകയും ചെയ്യുക. അച്ഛന് മനസ്സിലായി. നിങ്ങളിപ്പോ പറയാ, അച്ഛാ ഞങ്ങൾ ഈ 2 വഴിക്കടെ ഇടയ്ക്കോടെയാ നടക്കണേന്ന്. അങ്ങനെ ഒരു വഴിയില്ല. നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അങ്ങനെ 3ാമതൊരു വഴി ഉണ്ടോ? ഉണ്ടെങ്കിൽ ആ വഴിയുടെ പേര് അവനവന്റെ വഴിയെന്ന. ഏത്? നമ്മൾ ഉണ്ടാക്കിയ വഴി. അച്ഛനൊരു ചോദ്യം ചോദിക്കട്ടെ. ഈ പള്ളിയുടെ നേരെ മുമ്പിൽ ഒരു റോഡ് പോകുന്നുണ്ട്, തെക്ക് വടക്ക്, ഇല്ലേ? ഉണ്ട്. ഈ റോഡിലേക്ക് ഇറങ്ങി നിന്നിട്ട് തെക്കോട്ടും വടക്കോട്ടും ഒപ്പം നടക്കാൻ ആർക്കെങ്കിലും പറ്റുമോ? തെക്കോട്ട് നടക്കുമ്പോ തന്നെ വടക്കോട്ട് നടക്കണം. ചുമ്മാ വേണ്ട. കണ്ടില്ലേ? 1 പവന് ഓഫർ. ഇപ്പൊ എല്ലാം ഓഫറിന്റെ കാലാണ്. തെക്കോട്ട് നടക്കുമ്പോ തന്നെ വടക്കോട്ട് നടന്ന് കാണിക്കണം.
തെക്കോട്ട് നടന്നിട്ട് പിന്നെ വടക്കോട്ട് നടന്നാൽ പറ്റില്ല. തെക്കോട്ട് നടക്കുമ്പോൾ തന്നെ വടക്കോട്ട് നടക്കണം. 1 പവൻ ഒറ്റ എണ്ണത്തിനും വേണ്ടെന്ന് 1 പവൻ കൊടുക്കാന്ന് വെച്ചിട്ട് എന്ത് കഷ്ടമായത്. ഊരുമ്പോഴേ അച്ഛനറിയാം ഇത് ഇവിടെ തന്നെ ഇടേണ്ടി വരുമെന്ന്. ഒരു 100 സ്റ്റേജിലെങ്കിലും ഈ മോതിരം ആൾക്കാരെ കാണിച്ചിട്ടുണ്ട്. ഒറ്റ എണ്ണവും വാങ്ങിച്ചിട്ടില്ല ഇതുവരെ. പ്രിയപ്പെട്ടവരെ, ഒന്നുകിൽ തെക്കോട്ട് അല്ലെങ്കിൽ വടക്കോട്ട്. തെക്കോട്ടും വടക്കോട്ടും ഒപ്പം നടക്കാൻ നിനക്ക് കഴിയില്ല. ഒന്നുകിൽ വിശുദ്ധിയുടെ വഴി അല്ലെങ്കിൽ അശുദ്ധിയുടെ വഴി. ഒന്നുകിൽ ജീവന്റെ വഴി അല്ലെങ്കിൽ മരണത്തിന്റെ വഴി. ഒന്നുകിൽ അനുഗ്രഹത്തിന്റെ വഴി അല്ലെങ്കിൽ ശാപത്തിന്റെ വഴി. ഇതിലേത് വേണമെന്നോ ഇന്ന് രാത്രി നീ തിരഞ്ഞെടുക്ക. യഹോവയുടെ വഴിയെ നടക്കുന്നവർക്കാണ് ഭാഗ്യവാന്മാരുടെ പട്ടികയിൽ പേരുണ്ടാവുക. ആ വഴിയെ നടക്കാൻ കുറച്ചധികം ക്ലേശമുണ്ട്, കഷ്ടമുണ്ട്, ഞെരുക്കമുണ്ട്, വേദനയുണ്ട്. ലോക ഇമ്പങ്ങൾ വിടണം, ലോക സുഖങ്ങൾ വിടണം, ഈ ലോകത്തിന്റെ ആഡംബരവും വിടണം, എല്ലാ ആസക്തികളും വിടണം. ഞെരുക്കമുള്ള വഴിയിലൂടെ പോകണം. പ്രാർത്ഥിക്കണം, പാട്ടുപാടണം, ദൈവത്തെ ആരാധിക്കണം, ഒതുങ്ങിക്കൂടണം, പാപജീവിതം വിടണം, കൈക്കൂലി വിടണം, വെറുപ്പും വിദ്വേഷവും വിടണം, എല്ലാ പോരും മത്സരവും വിടണം. മനസ്സ് ശുദ്ധമാകണം, ശരീരം ശുദ്ധമാകണം, ആത്മാവും ശുദ്ധമാകണം. ദൈവത്തിന്റെ വഴിയെ സഞ്ചരിക്കണമെങ്കിൽ യഹോവയുടെ വഴിയെ സഞ്ചരിക്കാൻ മനസ്സാകുമോ ഈ രാത്രി? യഹോവയുടെ വഴിയെ സഞ്ചരിക്കുന്നവർ ഭാഗ്യമുള്ളവർ. നിന്റെ വഴി യഹോവയെ ഭരമേൽപ്പിക്ക, അവൻ നിന്നെ പുലർത്തും. വ്യക്തമായി വചനം അങ്ങനെ പഠിപ്പിക്കുന്നു. നിന്റെ വഴി യഹോവയെ ഭരമേൽപ്പിക്ക, അവൻ നിന്നെ പുലർത്തും. ഒരു വഴി മനുഷ്യന് ചൊവ്വായി തോന്നുന്നു, അതിന്റെ അവസാനമോ മരണവഴികൾ അത്രേ. സ്നേഹിത, നിന്റെ മദ്യപാനത്തിന്റെ വഴി നിനക്ക് നാശം വരുത്തും. നിന്റെ പുകവലിയുടെ വഴി നിനക്ക് ക്യാൻസർ വരുത്തും. നിന്റെ വ്യഭിചാരത്തിന്റെ വഴി നിനക്ക് എയ്ഡ്സ് വരുത്തും. നിന്റെ തോന്നിയവാസത്തിന്റെയും മത്സരത്തിന്റെയും വഴി നിന്നെ നരകത്തിലെത്തിക്കും. ഈ രാത്രി നിനക്ക് മനസ്സാകുമെങ്കിൽ പാപത്തിന്റെ വഴി വിട്ടിട്ട് വിശുദ്ധിയുടെ വഴിയിലേക്ക് ചുവടുമാറുക. നീ നിന്റെ ദൈവത്തെ ഭയപ്പെടണം, നിന്റെ വഴി തിരഞ്ഞെടുക്കണം. ആർക്കു വേണമെങ്കിലും ഇന്ന് വഴി മാറാം. ഈ വഴിയുടെ ഒരു പ്രത്യേകത, ഈ ലോകത്ത് 2 വഴികളുണ്ട്. നിങ്ങൾ ഈ ടേബിളിന്റെ മുകളിലേക്ക് ഒരു നിമിഷം കണ്ണുവെക്കുക. ഈ ബൈബിൾ ഞാൻ വെച്ചിരിക്കുന്ന ഒരു പ്രത്യേക സ്ഥലത്ത്. ഇതിന്റെ ഇപ്പുറത്തോടൊരു വഴിയുണ്ട്, വളരെ കുഞ്ഞു വഴിയാണ്. കാണാമോ? കാണാമോ? ഇപ്പുറത്തോടൊരു വഴിയുണ്ട്, വളരെ വിശാലമായ വഴിയാണ്. ഓക്കെ, ഇത് ഇടുക്കമുള്ള വഴി, ഞെരുക്കമുള്ള വഴി. ഇടുക്കുവാതിലൂടെ കടക്കുവാൻ പോരാടുവിൻ. ബുദ്ധിമുട്ട, പരിഹാസമേൽക്കണം, നിന്നയേൽക്കണം, സമൂഹത്തിൽ ഒറ്റപ്പെട്ടു പോകും, വേദോസ്തവം കൊണ്ടു നടക്കണം, പള്ളി പോകണം, പ്രാർത്ഥിക്കണം, ദൈവമേന്ന് വിളിക്കണം, എല്ലാവരോടും സ്നേഹമായി പെരുമാറണം, ആരോടും വെറുപ്പും വിദ്വേഷവും വെച്ചേക്കാൻ പറ്റില്ല, കിട്ടേണ്ടതിന്റെ കണക്ക് പറയാനും പറ്റില്ല, അപ്പനെ അമ്മേനും വെറുക്കാൻ പറ്റില്ല, ആരോടും വിരോധം വയ്ക്കാൻ പറ്റില്ല. ഇടുക്കത്തിന്റെ ജീവിതം നിങ്ങൾക്ക് ഇതുണ്ടോ? ഉണ്ടോ? ഉണ്ടോ? പിള്ളേര് പോലും മിണ്ടുന്നില്ല. ഇപ്പുറത്ത് വിശാലമായ ഒരു വഴി, കുടിക്കാം, വലിക്കാം, മതിക്കാം, തമ്മിത്തല്ലൂടാം, ഏത് രീതിയിലും ജീവിക്കാം, വാങ്ങുക, കൊടുക്കുക, ഏത് വേണമെങ്കിലും ആവാം, അത് ഏത് വിധത്തിലും ആകാം, തല്ലുക, കൊല്ലുക, എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇഷ്ടം പോലെ ആൾക്കാരെ ഏത് വിധത്തിൽ വേണമെങ്കിലും വേദനിപ്പിക്കാം, നുണ പറയാം, കളവ് പറയാം, കള്ളയൊപ്പിടാം, അവസരോചിതമായി വേഷം മാറാം. ഈ വഴി, വിശാലമായ വഴി കയ്യിലുണ്ടോ? കയ്യിലുണ്ടോ? നിങ്ങൾ ഈ നുണ പറഞ്ഞ് ശീലിച്ചു പോയില്ലേ? ഉള്ളത് പറ. ഇപ്പൊ ഇതിലേത് വഴിക്കോടെയാ? തിരിച്ചറിയണം. ഈ 2 വഴികളും മുന്നോട്ട്, അല്ലേ? കേട്ടെ, 2 വഴികളും മുന്നോട്ട്. ഒരു ദിവസം ഈ 2 വഴിയും ചെന്ന ഒരു പാലത്തേൽ കയറും. പാലം ഒന്നേ ഉള്ളൂ, വഴി 2ആണെങ്കിലും പാലം ഒന്നേ ഉള്ളൂ. ആ പാലത്തിന്റെ പേര് ശവപ്പെട്ടി. ആ പാലത്തിന്റെ പേര് ഒന്ന് ഉറക്കെ പറയാന്ന്, ശവപ്പെട്ടി. ആ പാലത്തിൽ കയറേണ്ട എപ്പോഴാന്ന് ആർക്കെങ്കിലും അറിയാവോ? അറിയാവോ? വല്ല നിശ്ചയമുണ്ടോ? ഇന്ന് രാത്രി ആ പാലത്തെ കയറ്റിയാലോ കർത്താവ്? പറ. അത് കഴിഞ്ഞിട്ട് പിന്നെ വഴി മാറാൻ പറ്റുമോ? പറ്റുമോ? ഇല്ല. പാലം കടന്ന് അക്കരെ ചെന്നാൽ വഴി വീണ്ടും 2ആയി പിരിയുന്നു. ഇപ്പൊ പാലത്തിന് അക്കരയാ.
ഇടുങ്ങിയ വഴിക്കോടെ കഷ്ടപ്പെട്ട് പ്രാർത്ഥിച്ച് എല്ലാവരുടെയും നിന്നയും പരിഹാസവും കേട്ട് കൂട്ടായ്മയ്ക്ക് പോണതിന് പരിശുദ്ധ എന്നൊക്കെ വിളിയൊക്കെ കേട്ട് എല്ലാവരുടെയും വെറുപ്പ് സമ്പാദിച്ച് ദൈവത്തെ ആരാധിച്ച് വിശുദ്ധിയിൽ ജീവിച്ച കർത്താവിന്റെ മക്കൾ വിശാലമായ വഴിയിലേക്ക് എത്തി. ഇതിലെ ആസ്വദിച്ച് ജീവിച്ചവര് പാലം കടന്നപ്പോ ചെന്നുവിട്ട വഴിയുണ്ടോ? കണ്ടോ നിങ്ങള്? ഒരു കുഞ്ഞു വഴി, ഇരുട്ട്, വേദന, കഷ്ടത, ഞെരുക്കം, നമ്പരം, നിത്യ കണ്ണുനീര്, നരകത്തിലേക്കുള്ള വഴി. ഇവിടെ വെച്ച് വഴി മാറിയില്ലെങ്കിൽ പിന്നെ ഒരു വഴിമാറല് നടക്കില്ല. ഈ ലോക ജീവിതത്തിന്റെ തുടർച്ചയാണ് ആത്മലോക ജീവിതം. ഓക്കെ, ഇവിടെ വെച്ച് തീരുമാനിക്കാം സ്വർഗം വേണോ നരകം വേണോ എന്ന്. ആൾക്കാരുടെ ഒരു വിചാരം, ദൈവം ചിലരെ വിധിച്ച നരകത്തിലും ചിലരെ വിധിച്ച സ്വർഗത്തിലും വിടും. ചില ആൾക്കാർ പറയും എന്റെ വിധിയാ, ദൈവത്തിന്റെ തീരുമാന, എനിക്കിതിൽ കാര്യമൊന്നുമില്ല. നീ ദൈവത്തെ പൊട്ടനാക്കണ്ട, നിന്റെ വിധി ദൈവം അടിച്ചേൽപ്പിക്കുന്നതല്ല, നിന്റെ തീരുമാനമാണ്, നിന്റെ മാത്രം. ദൈവത്തെ കുറ്റം പറഞ്ഞ് രക്ഷപ്പെടാൻ നിൽക്കണ്ട. അവനവന്റെ കയ്യിരിപ്പിനുള്ളത് അവനവന് കിട്ടും. ഒരുത്തൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം പ്രതിഫലം പ്രാപിപ്പാൻ എല്ലാവരും ക്രിസ്തു യേശുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടതാകുന്നു. യെസ്. അപ്പൊ ആരും ദൈവത്തെ പഴി പറയണ്ട, ഭാര്യയും ഭർത്താവിനെയും മാറി മാറി പഴി പറയണ്ട, ലോകത്താരെയും പഴി പറയണ്ട, പള്ളിയിൽ അച്ഛനെയും പഴി പറയണ്ട. നീ നിന്നെ തന്നെ കുറ്റപ്പെടുത്തുവീൻ. യെസ്, ഇത് നിന്റെ തീരുമാനമാണ്. അപ്പോ കർത്താവിന്റെ കൂടെ പോകണം, നിന്റെ വഴി തിരഞ്ഞെടുക്കുക. രണ്ട് കാര്യം ചെയ്താൽ ഭാഗ്യവാനാകാം. ഒന്ന്, യഹോവയെ ഭയപ്പെടണം. രണ്ട്, യഹോവയുടെ വഴികളിൽ നടക്കണം. ഇത്രയും ചെയ്യുമ്പോൾ ഭാഗ്യവാനായി. നിങ്ങളായോ? ആവണം, നോക്കട്ടെ. ഒരു പാറേക്കര അച്ഛൻ പ്രസംഗിച്ചു എന്ന് ഓർത്ത് അങ്ങനെ വഴിമാറേണ്ട കാര്യമില്ലല്ലോ. നാളെ മാന്തോട്ടത്തിലച്ഛൻ വരണ്ടല്ലോ, അതോടെ കേട്ടു നോക്കട്ടെ. പാറേക്കരച്ഛൻ പറഞ്ഞതിന്റെ അപ്പുറത്ത് ഒന്നും പറയാനുണ്ടാവില്ല മാന്തോട്ടത്തിലച്ഛന്. കാരണം അച്ഛനാണ് എന്നെ പ്രസംഗം പഠിപ്പിച്ച ആള്. അറിയോ നിങ്ങൾക്ക്? എന്റെ ആശാന നാളെ വരണ പുള്ളി. അതുകൊണ്ട് ഇതിനൊരു വിട്ടുവീഴ്ച ചെയ്യുന്ന ആളെ പ്രതീക്ഷിക്കണ്ട. ഓക്കെ, ഇന്ന് വഴിമാറുക. പിന്നെ ഒരു കുഴപ്പമുണ്ട്, മാന്തോട്ടത്തിലച്ഛൻ വരും, പ്രസംഗിക്കും. പക്ഷെ അതിനു മുമ്പ് ഇവിടെ ചിലര് പെട്ടിക്കകത്തായി പോവും. പിന്നെ മാനസാന്തരപ്പെടല് നടക്കില്ല. ആരോ വെച്ചു എന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെയൊക്കെ വെക്കരുത്, അത് പെട്ടെന്ന് മരണം കയറി പിടിക്കാൻ കാരണമാവും. ആമേൻ. അച്ഛനൊരു മയമില്ലാത്ത മനുഷ്യനാന്ന് കുറെ പേര് എന്നോട് പറഞ്ഞിട്ടുണ്ട്. കുറച്ചുകൂടി ഒന്ന് മയപ്പെടാൻ പാടില്ല എന്ന് പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്. ഈ മയപ്പെടാത്തത് കാരണം കുറെ പേര് മാനസാന്തരപ്പെട്ടു. ആരാണ് ഭാഗ്യവാൻ, എങ്ങനെ ഭാഗ്യവാനാകാമെന്ന് മനസ്സിലായി. ഇനി ഈ ഭാഗ്യവാന്റെ ഭാഗ്യങ്ങൾ എന്തെല്ലാം, അതിലേക്കാണ് അടുത്ത ശ്രദ്ധ. 8:30 മണിക്ക് നിർത്തുമെന്നാണ് എന്റെ ഒരു കണക്കുകൂട്ടല്. എന്തൊക്കെയാണ് ഭാഗ്യങ്ങൾ? ഒന്നാമത്തെ ഭാഗ്യം, ഭാഗ്യവാനേ, നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തന്നെ തിന്നും. നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തന്നെ തിന്നും. ഭാഗ്യവാനെ, നിന്റെ കൈകളുടെ അധ്വാന ഫലം തിന്നും. ഇന്ന് എന്താ സംഭവിക്കുന്നത്? ഒരാൾ അധ്വാനിക്കുന്നു, മറ്റൊരാൾ തിന്നുന്നു. അധ്വാനിക്കുന്നവൻ തിന്നുന്നില്ല, തിന്നുന്നവരോട്ട് അധ്വാനിക്കുന്നുമില്ല. സത്യല്ലേ? ഇവിടെ ഒരുപാട് പേർ അധ്വാനിച്ചു, വളരെ മനോഹരമായിട്ട് അധ്വാനിച്ചു, പക്ഷെ തിന്നിട്ടില്ല. 10-11 കൊല്ലം മുമ്പ് ഞാനൊരു മനുഷ്യന്റെ വീട്ടിൽ സുവിശേഷം പറയാൻ പോയി. അയാൾ എന്നെ കൊന്നു തിന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. കത്തനാരെ വേറെ തൊഴിലൊന്നുമില്ല, പൊക്കോളണം, എനിക്ക് വേറെ ഒരുപാട് ജോലിയുണ്ട്. എന്നെ ഇങ്ങനെ നിങ്ങളുടെ ഒരു സുവിശേഷം, നിങ്ങൾക്ക് വേറെ ഒരു ജോലിയില്ല, എനിക്ക് ഒരുപാട് തൊഴിലുണ്ട്, പൊക്കോളണം. ഒരുപാട് വഴക്ക് പറഞ്ഞു. ഞാനിങ്ങ് പോന്നു. 5 കൊല്ലം കഴിഞ്ഞപ്പോ ആ മനുഷ്യൻ എന്നെ നിരന്തരമായിട്ട് വിളിക്കാൻ തുടങ്ങി. അച്ഛാ, എന്റെ വീട്ടിലൊന്ന് വാ അച്ഛാ, ഒരു വാക്ക് പ്രാർത്ഥിക്കച്ച, ഒരു ദിവസം താമസിക്കച്ച, ഒരു നേരത്തെ ആഹാരം കഴിക്കച്ച, എനിക്ക് കൊതിയായിട്ടച്ച, ഞാൻ മാനസാന്തരപ്പെട്ടു അച്ഛ, മാപ്പ്, അച്ഛൻ വാ. നിരന്തരമായ വിളി കാരണം ഒരു ദിവസം വീട്ടിൽ പോയി. ചെന്നപ്പോ ആ മനുഷ്യൻ അങ്ങ് സ്വർഗം കിട്ടിയ വാശിയ. ചീത്ത പറഞ്ഞിറക്കി വിട്ട അച്ഛനല്ലേ. ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ആ മനുഷ്യനൊരു ശരിക്കും ഒരു സദ്യ തന്നെ ഒരുക്കിയിട്ടുണ്ട്. ഭക്ഷണത്തിനിരുന്നപ്പോ മേശപ്പുറം നിറച്ചും വിഭവങ്ങളാണ്. ഞാൻ പറയില്ല എന്തൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഇന്ന് നിങ്ങൾ ആരും അത്താഴം ഉണ്ണാതെ കിടന്നുറങ്ങും. ഏമ്പക്കം ഇവിടെ വെച്ച് തന്നെ അത്രയ്ക്ക് വലിയ സദ്യയായിരുന്നു. ഇതെല്ലാം വിഭവ സമൃദ്ധമായി വിളമ്പി വെച്ചിരിക്കുകയാണ്. എന്റെ മുമ്പിൽ അലങ്കരിച്ച ഒരു പ്ലേറ്റ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഞാൻ ഇതിന്റെ മുമ്പിൽ പോയി ഇരുന്നു. ഇതെല്ലാം എനിക്ക് വിളമ്പിത്തരികയാണ്. ഈ മനുഷ്യന് ഞാൻ നോക്കുമ്പോ ഒരു സാധാരണ പാത്രത്തില്, ഒരു സ്റ്റീലിന്റെ പ്ലേറ്റില് മുമ്പിൽ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുക. ഞാൻ ചോദിച്ചു, ഇതെന്താ ഇങ്ങനെ?
താങ്കൾക്ക് പ്ലേറ്റില്ലേ, എനിക്ക് സ്പെഷ്യൽ ഫുഡ് അച്ചോ എന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ചു എനിക്ക് തന്നേക്കാളും മൂത്ത സാധനം ഏതാണ്ട് കൊടുക്കാനാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇത് എൻ്റെ ഭാര്യ ഒരു ബക്കറ്റിൽ നിന്ന് കുറെ ഗോതമ്പിന്റെ കഞ്ഞിയും കോരി ഒഴിച്ചു കൊടുക്കുക. ഇതെന്താ ഇങ്ങനെ? എൻ്റെ അച്ഛ ഉപ്പ് പോലും കൂട്ടാൻ പറ്റില്ല, ഉപ്പ് പോലും കൂട്ടാൻ പറ്റില്ല. ഇത് കഴിച്ചോളണം, 3 നേരവും മതിയാവുമ്പോൾ നിർത്താം. 6 കൊല്ലം 7 കൊല്ലം 5 കൊല്ലം മുമ്പ് എനിക്കൊരു അസുഖം വന്നു വെച്ചോ. അച്ഛൻ എന്നെ കണ്ട് ഞാൻ അച്ഛനെ ചീത്ത വിളിച്ച് പോയിട്ട് 3 മാസം കഴിച്ചപ്പോൾ അസുഖം വന്നു. ഡോക്ടേഴ്സ് പറഞ്ഞു മരിച്ചു പോവും, ഈ ആള് രക്ഷപ്പെടില്ല. ഒരുപാട് കരഞ്ഞു, ഒരുപാട് പേര് ചുറ്റും വന്നൊന്ന് പ്രാർത്ഥിച്ചു, ഒരുപാട് പേര് എനിക്ക് വേണ്ടി കരഞ്ഞു. മരിച്ചു പോകുന്നു വിധി എഴുതിയ ഞാൻ ജീവിച്ചു, എഴുന്നേറ്റു. പക്ഷെ ഒരു വാക്ക്, ആഹാരം കഴിക്കരുത്, കഴിക്കാൻ പറ്റില്ല. അച്ചു പള്ളി പോവാതെ, ദൈവമേ എന്ന് വിളിക്കാതെ, ദൈവവേലക്കാരെ ചീത്ത വിളിച്ച്, സുവിശേഷ വേലക്കാരെ കളിയാക്കി, കുടുംബ പ്രാർത്ഥന നടത്താതെ, രാത്രിയും പകലും ഞാൻ കാശേ എന്നൊരൊറ്റ വിചാരത്തോടെ സമ്പാദിച്ചു കൂട്ടിയതാച്ചു. അന്ന് മാനസാന്തരം ഉണ്ടായി. ഇപ്പൊ എനിക്ക് ജീവിതമുണ്ട്, പക്ഷെ തിന്നാനും കുടിക്കാനും നിവൃത്തിയില്ല. പട്ടിണിയായിപ്പോയി, ഒരു നിവൃത്തിയുമില്ല. ഈ കണ്ടീഷനായി. ഞാൻ ഈ ഗോതമ്പ് കഞ്ഞി ഉപ്പിടാതെ കുടിച്ചാ ജീവിക്കണത്. ആ മനുഷ്യൻ എന്നോട് പറഞ്ഞു, എന്നാലും ഞാൻ മരിക്കാതെ ജീവിക്കുന്നുണ്ടല്ലോ. ഇന്ന് എൻ്റെ വീട്ടിൽ ഭിക്ഷയ്ക്ക് വരുന്ന എല്ലാവർക്കും ഞാൻ ന്യായമായി കൊടുക്കാറുണ്ട് അച്ചോ. എന്നും രാവിലെ ആദ്യം ഭിക്ഷയ്ക്ക് വന്ന മനുഷ്യന് ഞാൻ 100 രൂപ നോട്ട് കൊടുക്കും. പിന്നെ വന്നവർക്കൊക്കെ ഞാൻ 2-3 രൂപ കൊടുക്കുള്ളൂ. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ചില ആൾക്കാർ പറയണത് ആ വീടൊന്നും അറിഞ്ഞായിരുന്നെങ്കിൽ അത് വേണ്ട, നാളെ രാവിലെ പോകാനല്ലേ, അത് മനസ്സിലിരിക്കട്ടെ, ഞാൻ പറയില്ല. ദൈവമക്കളെ, ഈ മനുഷ്യൻ മാനസാന്തരപ്പെട്ടു, ഇന്നും ഇരിക്കുന്നു ദീർഘായുസോടെ. പക്ഷെ ഈ കഞ്ഞി മാത്രമേ കുടിക്കാൻ പറ്റുള്ളൂ, തീറ്റ മുട്ടിപ്പോയി. ദൈവത്തെ മറന്ന് സമ്പാദിക്കുന്നവരെ, നീ നിന്റെ കൈയുടെ അധ്വാന ഫലം തിന്നില്ല. നീ സമ്പാദിക്കും, നീ ബാങ്കിലിടും, നീ കുബേരനാകും, നീ വലിയ വീട് പണിയും, നീ വണ്ടി വാങ്ങും, നീ പലതും സമ്പാദിക്കും, പക്ഷെ നീ തിന്നില്ല. എന്ത്? ദൈവത്തെ മറന്ന് സമ്പാദിക്കുന്നവരെ നീ നിർഭാഗ്യവാൻ, നിനക്ക് ആഹരിപ്പാനുള്ള ഭാഗ്യം കിട്ടില്ല. ഇവിടെ ഇരിക്കണ എല്ലാവർക്കും ഇപ്പൊ എന്നോട് പരിഭവം തുടങ്ങിയിട്ടുണ്ടാവും, എനിക്കറിയാം. എന്റെ അച്ഛ, ഈ കണ്ട കാലം മുഴുവൻ ദൈവത്തെ വിളിച്ചും ആരാധിച്ചും പ്രാർത്ഥിച്ചും അല്ലാതെ ഞാൻ ജീവിച്ചിട്ടില്ല. ഒരു ദിവസം കുടുംബ പ്രാർത്ഥന മുടക്കിയിട്ടില്ല. എല്ലാ ഞായറാഴ്ചയും പള്ളി പോയത് ഓർമ്മ വെച്ച് അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ ദൈവത്തെ മറന്ന് ഒന്നും ചെയ്തിട്ടില്ല. എന്നിട്ട് എന്റെ തീറ്റ മുട്ടിപ്പോയ എന്താണെന്നല്ലേ നിങ്ങൾക്ക് ചോദിക്കാനുള്ളത്? എനിക്ക് പറയാൻ ഉത്തരവുണ്ട്. ചില ആൾക്കാർക്ക് അങ്ങനെയും തീറ്റ മുട്ടിപ്പോവും, ഒരു കുറ്റവും ചെയ്തില്ലെങ്കിലും. അതെന്താണെന്നറിയോ? ഒരു തമാശയായിട്ട് നിങ്ങൾക്ക് തോന്നും, പക്ഷെ സത്യമാണ്. ഒരു മനുഷ്യനെ സൃഷ്ടിച്ച് ദൈവം ഭൂമിയിലേക്ക് അയക്കുമ്പോൾ ആ മനുഷ്യന്റെ ആയുസ് നിർണയിച്ചാണ് ഭൂമിയിലേക്ക് വിടുക. 60 വയസ്സ് മിനിമം. വിരോധമില്ലല്ലോ, കുട്ടിയേക്കണോ? വേണ്ട, 60 വയസ്സ്. ഈ 60 വയസ്സ് കൊണ്ട് ഈ മനുഷ്യൻ കഴിക്കേണ്ട ആഹാരത്തിന്റെ ലിസ്റ്റും കൂടെ ദൈവം കൂടെ കൊടുത്തു വിട്ടിട്ടുണ്ട്. ഇത്ര കിൻഡൽ അരി, പയറ്, കടല, ഇറച്ചി, മീന്, മുട്ട, പാല്, വെളിച്ചെണ്ണ, എക്സെട്ര, കടുക്, മുളക്, മഞ്ഞൾ എല്ലാം ഉണ്ട് ലിസ്റ്റില്. എത്ര കൊല്ലത്തേക്കുള്ളതാ? 60 കൊല്ലത്തേക്കുള്ളതാ. ഇനി പറയട്ടെ, ആക്രാന്ത സ്വാമികള് ഈ ലിസ്റ്റിലുള്ള ആഹാരം 30 കൊല്ലം കൊണ്ട് അടിച്ച് ഫിനിഷ് ചെയ്യും. കോട്ട തീർന്നു, അനുവദിച്ച കോട്ട തീർന്നു. ഇനി 30 കൊല്ലം കൂടെ ജീവിക്കണ്ടേ? എന്നാ തിന്നും? പുല്ല് തിന്നും, പുല്ല്. ഇവിടെ ചിലർ കറുകാപ്പുല്ലും പ്ലാവല ചട്ടുമൊക്കെയാ തിന്നണേ. സംഗതി എന്താ? കോട്ട തീർന്നു. അതുകൊണ്ടാ കാർന്നന്മാർ പറഞ്ഞത് പയ്യെ തിന്ന പനയും തിന്നാന്ന്. ഒരു പന തിന്നു തീർക്കണമെങ്കിൽ എളുപ്പമാണോ? അപ്പൊ ദീർഘായുസോടെ ഇരുന്ന് തിന്നാന്ന്. അതെ, അങ്ങനെ കൈ കിട്ടിയതൊക്കെ വാരി വലിച്ച് തിന്നപ്പോ ഓർക്കണമായിരുന്നു, തീറ്റ മുട്ടിപ്പോകുന്നു. ഒന്നോർത്ത്, ഭക്ഷിക്കാൻ വേണ്ടി ജീവിക്കരുത്, ജീവിക്കാൻ വേണ്ടി ഭക്ഷിക്കണം. ഈ ലോകത്ത് ഭക്ഷണം കിട്ടാതെ മരിക്കുന്നതിന്റെ 7 മടങ്ങ് 70 മടങ്ങ് ആളുകൾ അതിഭക്ഷണത്താൽ മരിക്കുന്നു. ഭക്ഷണം കിട്ടാതെ മരിക്കുന്നതിന്റെ 70 മടങ്ങ് ആളുകൾ അതിഭക്ഷണത്താൽ മരിക്കുന്നു. ഇന്ന് ലോകത്ത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന 80% രോഗങ്ങളും ഭക്ഷണ ക്രമീകരണത്തിന്റെ ദോഷത്തിൽ നിന്ന് വരുന്നതാണ്, ഇല്ലേ? ആണ്. ഞാനതേക്കുറിച്ച് പറയാറുള്ളത്, മലയാളി ഭക്ഷണം കഴിക്കുന്നത് വായ്ക്കു വേണ്ടി, മറ്റുള്ളവർ ഭക്ഷണം കഴിക്കുന്നത് വയറിനു വേണ്ടി. യൂറോപ്പിലൊക്കെ ചെന്ന് പുഴുങ്ങിത്തരും. മുളകും മല്ലിയൊക്കെ വേറെ വെച്ചിട്ടുണ്ടാവും, ആവശ്യമുള്ളവർക്ക് കൂട്ടും. ഉപ്പ് പോലും ഇടൂല, പുഴുങ്ങിത്തരും. വേണമെങ്കിൽ ചേർത്ത് നിന്നോളണം. നമ്മുടെ ആൾക്കാര് ടേസ്റ്റി ഫുഡ്, ഈ ഞൊട്ടാൻ വേണ്ടിയാ തിന്നണത്. ഒരുപാട് ഞൊട്ടേണ്ടി വരില്ല, വേഗം പരിപാടി തീർന്നു കിട്ടും. മസാലയൊക്കെ കുഴച്ച് പരുവത്തിലാക്കിയല്ലേ തിന്നണത്. ഏറ്റവും ടേസ്റ്റി, ഏറ്റവും കൂടുതൽ ഓയിലി ചെയ്തിട്ടാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്. ഒരുപാട് തിന്നേണ്ടി വരില്ല. കോട്ട തീരുമ്പോ ക്ലോസ് ആവും, ഉറപ്പ്. നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള സംഗതിയല്ലേ ബേക്കറി ഐറ്റംസ്. ബേക്കറിക്കാരുണ്ടെങ്കിൽ ഇന്ന് എനിക്കിട്ട് ബോംബ് വയ്ക്കും. പ്രിയപ്പെട്ടവരെ കേട്ടെ,
ഈ വറുത്തതും പൊരിച്ചതും ഇഷ്ടം പോലെ വാങ്ങിച്ച് തിന്നുമ്പോ ഓർത്തോളം കോട്ട വേഗം തീർന്നു. പ്രത്യേകിച്ച് ഈ റോഡരികത്തെ തട്ടുകടയിൽ ഉണ്ടാക്കി തരുന്ന പക്കാവട, പരിപ്പ് വട, അത് ഇത് വാങ്ങിച്ച് ഞെരിഞ്ഞെരേന്ന് തിന്നുന്നവർ എന്നും വീട്ടിൽ പോകുമ്പോ 10 രൂപയുടെ പൊതി വാങ്ങിച്ചുകൊണ്ട് ഒരുപാട് തിന്നേണ്ടി വരില്ല. എന്റെ ഒരു സുഹൃത്തുണ്ട്, സുവിശേഷ പ്രസംഗകനാണ്, ഡോക്ടർ CD വർഗീസ്. ശാലോം ടെലിവിഷനിൽ എന്റെ കൂടെ പലപ്പോഴും അദ്ദേഹം എന്റെ കൂടെയല്ല, എനിക്ക് ശേഷം പല പ്രസംഗങ്ങളും ക്ലാസ്സുകളും നടത്താറുണ്ട്. ക്യാൻസറിൽ റിസർച്ച് ചെയ്ത് ഡോക്ടറേറ്റ് എടുത്ത ഡോക്ടർ CD വർഗീസ്, അദ്ദേഹം ഇപ്പോൾ ഒരു കോളേജിലെ പ്രൊഫസറാണ്. അദ്ദേഹം ഒരിക്കൽ ക്ലാസ് എടുത്തപ്പോ വളരെ വ്യക്തമായി പറഞ്ഞു, മൂവാറ്റുപുഴയിലെ കച്ചേരിത്താനത്ത് ഉന്തുവണ്ടിയില് വർഷങ്ങളായിട്ട് പക്കാവട, പരിപ്പുവട, എക്സെട്ര വറുത്തു പൊരിച്ചു കൊടുക്കണ ആൾക്കാരുണ്ട്. അവന്റെ അപ്പന്റെ കാലത്ത് കച്ചവടം തുടങ്ങിയതാ. അന്നൊഴിച്ച വെളിച്ചെണ്ണ ഇന്നും അതിനകത്തുണ്ടാവും. തീരും തോറും ഒഴിച്ചുകൊണ്ടിരിക്കുക. ഈ ഡോക്ടർ അവിടെ പോയി ഒരു പെട്ടിക്കടക്കാരനോട് 1 ഔൺസ് വെളിച്ചെണ്ണ ചോദിച്ചു വാങ്ങിച്ചു. വെളിച്ചെണ്ണ, ഓയിൽ എന്തോ ആവട്ടെ, എന്തിനാന്ന് ചോദിച്ചു പറഞ്ഞു. ഒരു ചുമ്മാ പരീക്ഷണത്തിന് അവന് 50 രൂപയും കൊടുത്തു. ഇദ്ദേഹം ഇത് ലബോറട്ടറി കൊണ്ടുപോയി പരിശോധിച്ചപ്പോ ആ 1 ഔൺസ് വെളിച്ചെണ്ണയിൽ 60% ക്യാൻസറിന്റെ അണുക്കളായിരുന്നു. ഒരിക്കൽ തിളപ്പിച്ച വെളിച്ചെണ്ണ ഒരു പ്രാവശ്യം കൂടെ തിളപ്പിക്കരുത്, കുഴപ്പമാണ്, കളഞ്ഞേക്കണം. പിന്നെ ആ വെളിച്ചെണ്ണ 3ാമത് ഒരു പ്രാവശ്യം കൂടെ തിളപ്പിച്ചാൽ ക്യാൻസർ ഉറപ്പാണ്. ചില വീട്ടിലെ പപ്പടം മറക്കണ വെളിച്ചെണ്ണ ചട്ടി 3 കൊല്ലം മുമ്പ് കഴുകിയതാ. പരിശോധിച്ചോ, ക്യാൻസർ ഉണ്ടോ എന്ന് പരിശോധിച്ചോ. നമ്മുടെ ഭക്ഷണപാനീയ രീതിയാണ് നമ്മളെ കുഴപ്പത്തിലാക്കണത്. അത് സംബന്ധിച്ച് ചിന്തകന്മാർ പറയുന്നത് എന്താ? ദിവസത്തിൽ 1 നേരം ഭക്ഷിക്കുന്നവൻ യോഗി, 2 നേരം ഭക്ഷിക്കുന്നവൻ ഭോഗി, 3 നേരം ഭക്ഷിക്കുന്നവൻ രോഗി, 4 നേരം ഭക്ഷിക്കുന്നവൻ ദ്രോഹി, 5 നേരം ഭക്ഷിക്കുന്നവൻ പരമദ്രോഹി. ബാക്കിയുള്ളവരുടെ കാര്യം പറയാൻ അറിയാൻ പാടില്ല. പരമദ്രോഹികൾ ഏറെ വന്നിട്ടുണ്ട് ഇവിടെ. ദ്രോഹികൾ ഒട്ടും കുറവല്ല. രോഗികളെ വന്നിട്ടുള്ളൂ, ഭോഗികൾ ഇവിടെ ഇല്ല. യോഗിയെ തിരുവനന്തപുരത്ത് കാണാൻ കിട്ടില്ല. ഇപ്പൊ പ്രശ്നം തീർന്നല്ലോ. മുന്നോട്ട് പോകാം. ഭാഗ്യവാനേ, നീ നിന്റെ കൈകളുടെ അധ്വാന ഫലം തിന്നും. ആമേൻ. 1ാമത്തെ ഭാഗ്യം, നിനക്ക് നന്മ വരും, നീ ഭാഗ്യവാൻ. 2ാമത്തെ ഭാഗ്യം പുരുഷനോടാണ്. ഭാഗ്യവാനേ, നിന്റെ ഭാര്യ നിന്റെ വീടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെ ഇരിക്കും. ആരുടെ ഭാര്യ? ഭാഗ്യവാന്റെ ഭാര്യ. വീടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെ ഇരിക്കും. അതിങ്ങനെ വ്യാഖ്യാനിക്കാം. ഭാഗ്യവാന്റെ ഭാര്യ മുന്തിരിവള്ളി പോലെ ഇരിക്കും. 2 വിശേഷതകൾ ഉണ്ടാകും. 1, വീടിനകത്തിരിക്കും. 2, അത് ഫലപ്രദമായിരിക്കും. ചില നിർഭാഗ്യവാന്മാരുടെ മുന്തിരിവള്ളികൾ വീടിനകത്തല്ല, അയൽവക്കത്തെ വെട്ടിക്കട ഒക്കെ പടർന്ന് ചന്തയിൽ വരെ എത്തി. നയമില്ലാതെ പറയാ, ഒന്നും തോന്നണ്ട. കാരണം ഈ കക്ഷി ഭാഗ്യവാനല്ലാത്തതുകൊണ്ടാണ്. ഈ ഭാഗ്യവാനാണെങ്കിൽ നിന്റെ ഭാര്യ വീടിനകത്ത്. 2, ഫലപ്രദമായ മുന്തിരിവള്ളിയായിരിക്കും. ഫലം കായ്ക്കുക എന്ന് പറയുമ്പോൾ ആളുകളുടെ ഒരു വിചാരം എന്നതാ മക്കളെ പ്രസവിക്കുന്ന കാര്യമാണ്. തെറ്റ്. അതല്ല ഉത്തമ ഭാര്യയിൽ നിന്ന് പുറപ്പെടേണ്ട ഫലം. ഉത്തമ ഭാര്യയിൽ നിന്ന് പുറപ്പെടേണ്ട ഫലം എന്താണ്? അവൾ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളെ പുറപ്പെടുവിക്കണം. യെസ്, എന്ത്? പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കണം. അതെന്താണ്? സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, സൗമ്യത. എന്റെ ഓർഡർ തെറ്റിപ്പോയി, പോട്ടെ, അവസാനം ഇന്ദ്രിയ ജയം. അങ്ങനെ 9 ഫലങ്ങൾ ഒരു ഉത്തമ ഭാര്യയിൽ നിന്ന് പുറപ്പെടും. ഞാൻ സാധാരണ ദമ്പതി ധ്യാനത്തിന് പറയാറുള്ള ഒരു കമന്ററി, ഇവിടെ തിരുവനന്തപുരത്ത് ദമ്പതി ധ്യാനം നടത്തിയിട്ടില്ല എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ദമ്പതി ധ്യാനം ഒരെണ്ണം ഇവിടെ ആവശ്യമുണ്ട്. ഒരു ഫുൾ ഡേ, ഒരു ദിവസം ലീവ് എടുത്താൽ ഒരായുസ് മുഴുവൻ രക്ഷപ്പെടും. നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിക്കാവുന്ന കേസേ ഉള്ളൂ. നാളെ ഒരു ദമ്പതി ധ്യാനം ഉണ്ട് കോതമംഗലത്ത്. എൻ്റെ കൂടെ പോരാൻ തയ്യാറുള്ളവർക്ക് പോരാം. നിങ്ങളുടെ ഫീസ് വേണമെങ്കിൽ ഞാൻ കൊടുത്തേക്കാം, ഫ്രീ. പ്രിയപ്പെട്ടവരെ, ഈ ദമ്പതി ധ്യാനം കമന്ററി ചെയ്യുമ്പോൾ ഒരു കാര്യം പറയാറുണ്ട്, വിവാഹ കൂദാശ ഇന്റർപ്രട്ട് ചെയ്യും. അപ്പോ താലികെട്ട എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട് നമുക്ക്, ഇല്ലേ? താലികെട്ട്. ഈ താലി വളരെ വലിയൊരു ദൃഷ്ടാന്തമാണ്. ക്രൈസ്തവ വിവാഹത്തിലെ താലി, അതിനകത്തൊരു കുരിശുണ്ടായിരിക്കണം. ഈ കുരിശ് ഉണ്ടാക്കിയിരിക്കുന്നത് 12 മുത്തുകൾ കൊണ്ടായിരിക്കണം. ദൈവശാസ്ത്രമുണ്ട് അതിനകത്ത്. എന്താണ് ഈ 12 മുത്തിന്റെ പിന്നിൽ?
ഇപ്പൊ തന്നെ പെണ്ണുങ്ങൾ താലി പിടിച്ച് നോക്കൂട്ടോ, അത് തെറ്റാണ്, നോക്കരുത്, ഇത് കഴിഞ്ഞിട്ടേ നോക്കാവുള്ളൂ. 12 മുത്തുകൾ. ആദ്യത്തെ 3 മുത്തുകൾ പിതാവ്, പുത്രൻ, പരിശുദ്ധ റൂഹ എന്നിങ്ങനെ പരിശുദ്ധ തൃത്വത്തെ കുറിക്കുന്നു. പിന്നെ ശേഷിക്കുന്ന 9 മുത്തുകൾ പരിശുദ്ധാത്മാവിന്റെ 9 ഫലങ്ങളെ കുറിക്കുന്നു. എന്ന് വച്ചാൽ ത്രിയേക ദൈവത്തിന്റെ സംരക്ഷണത്തിൽ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ കടപ്പെട്ടവളാണ് ഈ താലി കഴുത്തിലുള്ള ഭാര്യ, ഇത് കെട്ടിക്കൊടുത്ത ഭർത്താവ്. ഇത് ഞാൻ പറഞ്ഞത് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? TV കൂടി ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, ഓർമ്മയുണ്ട്. ആമീൻ. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഒരു ഭാര്യ ഫലം പുറപ്പെടുവിക്കുന്നവളാകും. ഭാഗ്യവാന്റെ ഭാര്യയ്ക്ക് സ്നേഹം ഉണ്ടാവും. ചില ഭർത്താക്കന്മാർ എന്നോട് വന്ന് പറയാറുണ്ട്, എന്റെ അച്ഛ, ഞാൻ കല്യാണം കഴിച്ചു, കിട്ടിയതൊരു പിശാചിനിയാ, എന്നോട് ഒട്ടും സ്നേഹമില്ല. എന്തേ കുഴപ്പം? നീ ഭാഗ്യവാനാണെങ്കിൽ നിന്റെ ഭാര്യ നിന്നെ സ്നേഹിക്കും. നീ ഭാഗ്യവാനല്ലാത്തത് കൊണ്ടാണ് നിന്റെ ഭാര്യ നിന്നെ സ്നേഹിക്കാത്തത്. സഹോദരി, നിനക്ക് സ്നേഹമുണ്ടോ? സ്നേഹമുണ്ട്. ആരോടാ? അതല്ലേ പ്രശ്നം. 2, സന്തോഷമുണ്ടാകും. ഇതുവരെ ഇത്രയും നേരം ഞാൻ ഈ നമ്പറൊക്കെ ഇട്ടിട്ടും ചിരിക്കാത്ത ചിലപ്പോൾ നിങ്ങൾ ഇതിനകത്തുണ്ട്. അങ്ങ് മസിൽ പിടിച്ചിരിക്കുക. ഇവിടെ ഒന്നല്ല കക്ഷി, വേറെ എവിടെയൊക്കെയോ ആണ്. അതുകൊണ്ടാണ് ചിരിക്കാൻ പറ്റാത്തത്. ചിരിക്കുക എന്ന് അച്ഛൻ പറഞ്ഞു എന്ന് പറഞ്ഞ് നാളെ റോട്ടിലിറങ്ങി കാണുന്നവരൊക്കെ ചിരിച്ചു കാണിക്കരുത്. അത് ഇതിലും വലിയ കുഴപ്പമുണ്ടാക്കും. സന്തോഷിക്കുക, ക്രിസ്തുയേശുവിൽ സന്തോഷിക്കുക, ആത്മസന്തോഷം കൊണ്ട് തിങ്ങുക. ആമേൻ. എപ്പോഴും ഒരു പുഞ്ചിരി. ചില വീട്ടിലേക്ക് ചെന്നാൽ ആ വീട്ടിലെ ഐശ്വര്യം മുഴുവനും ആ കുടുംബിനിയിൽ കാണാം. ഒരു നറു പുഞ്ചിരി. വാതിൽ തുറക്കുമ്പോഴേ അറിയാം ആ കുടുംബത്തിന്റെ ഭദ്രത, കൂട്ടായ്മയുടെ ബലം, സ്നേഹം. കുടുംബനാഥയെ കണ്ടാൽ കുടുംബം എന്താണെന്ന് അച്ഛൻ പറയാം. ദാറ്റ് ഈസ് മൈ എക്സ്പീരിയൻസ്. ഞാൻ പറയാം, കൃത്യമായിട്ട് പറയാം. ചില വീട്ടിലേക്ക് ചെന്ന് വാതിൽ തുറക്കുമ്പോഴേ പോയാ മതി എന്ന് തോന്നും. ചിലത് മൃഗം നോക്കുമ്പോൾ നോക്കും. ചിലതിനെ കണ്ടാ ഇപ്പൊ തന്നെ ചത്തിരിക്കുക, മീന്റെ കണ്ണുപോലെ നിർവികാരത. അങ്ങനെ ഒരുപാട് ജന്മങ്ങളുണ്ട്. പ്രിയപ്പെട്ടവരെ, സന്തോഷം. ജീവിതത്തിൽ ക്രിസ്തു ഉണ്ടെങ്കിൽ നിന്റെ മുഖത്തത് കാണും. യെസ്, ആത്മാവിന്റെ ഫലം പുറപ്പെടുവിക്കും. 3, സമാധാനം ഉണ്ടോ? സമാധാനം ഉണ്ടച്ചാ. ഇതേ ഉള്ളൂ. എപ്പോഴും നെടുവീർപ്പ്. ഈ പള്ളിയകത്ത് വന്നിരുന്ന ശേഷം 30 നെടുവീർപ്പിട്ടവരെ ഞാൻ ചൂണ്ടിക്കാണിച്ചു തരാൻ വേണമെങ്കിൽ. എന്തേ നെടുവീർപ്പ്? ഉള്ളിന്റെ ഉള്ളിൽ ഒതുക്കി നിർത്തിയിട്ട് ഒതുങ്ങാതെ വരുന്ന മനോനമ്പരങ്ങൾ അണപൊട്ടി പുറത്തേക്ക് ബഹിർഗമിക്കുന്ന ശബ്ദമാണ്. എന്നാലും ഈ കാലമാട് എന്റെ കയ്യിലാണല്ലോ കർത്താവേ നീ എന്നെ ഏൽപ്പിച്ചത്. നെടുവീർപ്പ്, അസ്വസ്ഥത. ദൈവമക്കളെ, സമാധാനപ്പെടുക. അപ്പോൾ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന ഉത്തമ ഭാര്യയെ ആർക്ക് കിട്ടും? ഭാഗ്യവാന് കിട്ടും. യെസ്. അപ്പോൾ ഭാഗ്യവാനെ, നിന്റെ ഭാഗ്യം 1, നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും. 2, നിന്റെ ഭാര്യ നിന്റെ വീടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെ ഇരിക്കും. 3, നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവുതൈകൾ പോലെ ഇരിക്കും. ഭാഗ്യവാന്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും ഒലിവുതൈകൾ പോലെ ഇരിക്കും. ഈ വാക്യം തെറ്റാ. ഈ വാക്യേ തെറ്റെന്താന്ന് നിങ്ങൾക്ക് പറയാമോ? പറയാൻ പറ്റില്ല അല്ലേ? ഈ മേശയ്ക്ക് ചുറ്റും ഇരിക്കണമെങ്കിൽ ഒരു 5-6 എണ്ണെങ്കിലും വേണ്ടേ? ഇപ്പോ 1 അബദ്ധം പറ്റിപ്പോയാൽ 2. ഒരിക്കൽ ഗവൺമെന്റ് പറഞ്ഞു നമ്മൾ 2, നമുക്ക് 2. നമ്മൾ പറഞ്ഞു ആമേൻ. പിന്നൊരിക്കൽ ഗവൺമെന്റ് പറഞ്ഞു നമ്മൾ 1, നമുക്ക് 1. നമ്മൾ പറഞ്ഞു ആമേൻ. നാളെ കർത്താവിന്റെ ഗവൺമെന്റ് പറയും നിങ്ങൾ 0, നിങ്ങൾക്കും 0. അപ്പോഴും പറയണം ആമേൻ. മിണ്ടരുത്. ദൈവമക്കളെ, മനസ്സിലായി കാണോ? ഈ വാക്യം മാറ്റിക്കുറിക്കണം. നിന്റെ മകൻ അല്ലെങ്കിൽ മകൾ നിന്റെ മേശയുടെ മൂലയ്ക്കൽ ഒലിവുതൈ പോലെ ഇരിക്കും. അതിന് വല്ലതും പറ്റിപ്പോയാൽ നിന്റെ കാര്യം കട്ടപ്പുക, തീർന്നല്ലോ. ഭാഗ്യവാനെ, നിന്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും ഒലിവുതൈകൾ പോലെ ഇരിക്കും. ഒലിവ് കുഞ്ഞുങ്ങളെ ഉപമിച്ചിരിക്കുന്നത് ഒലിവുതൈയോടാണ്. ഭാഗ്യവാന്റെ മക്കളെ ഉപമിച്ചിരിക്കുന്നത് ഒലിവുതൈയോടാണ്. ഒലിവിന്റെ പ്രത്യേകത, നിങ്ങൾ ഒലിവ് കണ്ടിട്ടുണ്ടോ?
സാധ്യത കുറവാ, ഇവിടെ ഇല്ല. ഒലിവിന്റെ പ്രത്യേകത എണ്ണിപ്പറയാം, വേഗം പിടിച്ചോളണം. ഒലിവ് ലോക സമാധാനത്തിന്റെ പ്രതീകമാണ്. ആമേൻ. ഒലിവ് ലോക സമാധാനത്തിന്റെ പ്രതീകമാണ്. നോഹയുടെ പെട്ടകത്തിൽ നിന്ന് പുറത്തുവിട്ട പ്രാവ് ഒരു സാധനം കൊത്തിക്കൊണ്ടുവന്നു. എന്തായിരുന്നു അത്? ഒരു പച്ച ഒലിവില സമാധാനത്തിന്റെ പ്രതീകമാണ്. അർത്ഥാൽ ഭാഗ്യവാന്റെ മക്കൾ മാതാപിതാക്കൾക്ക് സമാധാനമായിരിക്കും. ഇപ്പൊ എങ്ങനെയാ നിങ്ങളുടെ മക്കൾ? ഒരു ദിവസം 100 പ്രാർത്ഥനാ വിഷയം കടലാസിൽ കുറിച്ചു തന്നാൽ അതിൽ 99 മക്കളെ ചൊല്ലിയുള്ള പരാതിയും കണ്ണുനീരുമായിരിക്കും. എന്റെ അച്ഛ എന്റെ മോളെ കൊണ്ട് തോറ്റു, സമാധാനമില്ല, ആകെ പ്രശ്നമാണ്, അച്ഛൻ പ്രാർത്ഥിക്കണം, കിടക്കപ്പുറതിയില്ല. മക്കളെ കൊണ്ട് മാതാപിതാക്കൾക്ക് സമാധാനമില്ല. എന്തോ അപ്പനും അമ്മയും ഭാഗ്യം ചെയ്തിട്ടില്ല, അതുകൊണ്ട് മക്കൾ സമാധാനം കൊടുക്കുന്നില്ല. ഭാഗ്യവാന്റെ മക്കൾ ഒന്നാമത് സമാധാനമായിരിക്കും. എത്രയോ മാതാപിതാക്കൾക്ക് മക്കൾ സമാധാനമാകുന്നില്ല. നമ്പരമുണ്ട്. ഒരിക്കലും വൃദ്ധമന്ദിരത്തിൽ ഒരു അപ്പച്ചനെ കാണാനിടയായി. ഇന്ന് ഒരുപാട് അപ്പച്ചന്മാർ വൃദ്ധമന്ദിരങ്ങളില്ല. കുലീനനായ ഒരപ്പച്ചൻ, ചോര തൊട്ടെടുക്കാൻ പാകത്തിന് തുടുത്ത കവിള്, അടുത്ത് ചെന്നിരുന്നു. അപ്പച്ച പരിചയമൊക്കെ പെട്ടു. അപ്പച്ചൻ എങ്ങനെയാ ഇവിടെ വന്നേ? അതൊക്കെ വന്നു, അതൊന്നും സാരമുള്ള കാര്യമല്ലല്ലോ, ഇവിടെ എനിക്ക് സുഖം, അത്ര അറിഞ്ഞാൽ മതി അച്ഛൻ. അപ്പച്ചൻ പറ, എങ്ങനെ അവിടെ വന്നത്, ആ കഥയൊന്ന് കേൾക്കട്ടെ. പറയുന്നേ ഇല്ല. അപ്പൊ ഞാനൊരു നമ്പർ ഇട്ടു. അപ്പച്ചൻ എന്നെ ഒളിച്ചു വെക്കുക, പക്ഷെ കടക്കണ്ണിൽ അല്പം നൊമ്പരമുണ്ട്, കണ്ണുനീർ പൊടിഞ്ഞു വരുന്നത് ഞാൻ കാണുന്നുണ്ട്, രക്തം പോലെയാണ് കണ്ണുനീർ പൊടിയുന്നത്. എനിക്ക് അപ്പച്ചന്റെ മനസ്സ് വായിക്കാൻ പറ്റും, മനസ്സിൽ ഒരുപാട് മീറ്റലുണ്ട്, സത്യമല്ലേ ചോദിച്ചോ? ഒറ്റ കരച്ചില. അച്ഛൻ ഇത്രയും പറഞ്ഞതല്ലേ, പരമാർത്ഥം പറയാലോ, ഞാനിവിടെ വന്നത് എങ്ങനെയാന്നല്ലേ അച്ഛൻ ചോദിച്ചേ? അച്ഛാ, എനിക്ക് 4 മക്കളാ, 3 ആണും 1 പെണ്ണും. ഞാനൊരു കഷ്ടപ്പെട്ട് ജീവിച്ച മനുഷ്യനാച്ചാ, കഷ്ടപ്പെട്ട്. എനിക്ക് വിദ്യാഭ്യാസം ഏറെ കിട്ടിയില്ല, എന്റെ മക്കൾക്ക് ആ ഗതി വരരുത് എന്ന് ഓർത്ത് ഞാൻ പട്ടിണി കിടന്ന് എന്റെ മക്കളെ പഠിപ്പിച്ചു. അച്ഛൻ അറിയോ, അയൽവക്കത്തെ തറവാട്ടിൽ അത്താഴത്തിന് അരി കഴുകുമ്പോ കഴുകി ഊറ്റണ ആ കാടി ഞാനൊരു പാത്രത്തിൽ മേടിക്കും. എന്നിട്ടത് കൊണ്ടുവന്ന് വെച്ച് ഊറിക്കഴിയുമ്പോൾ ആ തെളി ഊറ്റിക്കളഞ്ഞിട്ട് ആ തവിട് കുറുക്കി തിന്നിട്ട് ഞാൻ എന്റെ മക്കളെ പഠിപ്പിച്ചതാച്ചാ, പട്ടിണി കിടന്ന്. എന്റെ 3 മക്കളെയും ഞാൻ വലിയ വിദ്യാഭ്യാസം ചെയ്യിച്ചു, 4ാമത്തെ മോളെയും ചെയ്യിച്ചു. എന്റെ 3 ആൺമക്കളും അവരുടെ മരുമക്കളും ഇന്ന് അമേരിക്കയില, കൊച്ചുങ്ങളും അതെ. എന്റെ ഒരു മോളുള്ളതും കെട്ടിയവനും പിള്ളേരും കുവൈറ്റില്ല. എന്റെ അച്ഛാ, ഞാനിവിടെ. എന്റെ ഭാര്യ മഹാഭാഗ്യവതിയാച്ചു. അവൾ 52ാമത്തെ വയസ്സിൽ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കാതെ ലോകത്ത് നിന്ന് ഒരു ദിവസം പെട്ടെന്ന് അങ്ങ് പോയി. അവൾക്കിതൊന്നും കാണേണ്ടി വന്നില്ലല്ലോ. എന്റെ അച്ഛാ, മക്കൾക്കാർക്കും എന്നെ വേണ്ട. ഞാൻ പഴഞ്ചന, മുണ്ട് മടക്കി കുത്തും, നീട്ടിപ്പിടിച്ച് തുപ്പും. ഇതൊക്കെ മക്കൾക്ക് പറ്റില്ല, ആരും എന്നെ കൊണ്ടുപോയില്ല. അച്ഛാ, അവസാനം എന്റെ മക്കളോട് ഞാൻ പറഞ്ഞു, എന്റെ മക്കളെ, ഈ വീട് പഴയതാ, അപ്പച്ചൻ കഷ്ടപ്പെട്ട് പണിതാ, ഇതിനകത്ത് കിടക്കാൻ എനിക്ക് പേടിയാവുള്ളൂ, എപ്പോ വേണമെങ്കിലും ഇത് ഇടിഞ്ഞു വീഴും, നിങ്ങളിതൊന്ന് മാറ്റി പണിതാ. അയ്യോ അപ്പച്ച, അതിനെന്താ പ്രയാസം, ഇപ്പൊ ശരിയാക്കി തരാം. എന്റെ മക്കൾ 3 പേരും കൂടി ഒരു കൊട്ടാരം പണിതച്ചാ. ചെറിയ കൊട്ടാരം ഒന്നും അല്ലായിരുന്നു, 3 നില 28 മുറി. 3 അമേരിക്കക്കാരുടെ വീടല്ലേ. എന്റെ മക്കൾ അതിനൊരു പേരിട്ടു കൃപാലയം, ഞാനും അതിനൊരു പേരിട്ടു ഭാർഗവീ നിലയം. ഇതിനകത്ത് കിടക്കണ കാര്യം പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, എന്റെ മക്കളെ, എനിക്ക് ഇതിനകത്ത് കിടക്കാൻ പേടിയാവും, ഇത്രയും വലിയൊരു കെട്ടിടത്തിൽ ഞാൻ ഒറ്റയ്ക്ക് എങ്ങനെയാ താമസിക്കണേ? അപ്പൊ 2ാമത്തെ മോന്റെ മരുമോള് പറഞ്ഞു, അപ്പച്ചൻ പേടിക്കണ്ട, അപ്പച്ചന് കൂട്ടിന് ഞാനൊരാളെ കൊണ്ടുവന്നിട്ടുണ്ട്. ആരാടി? അവള് കാറിന്റെ ഡിക്കി തുറന്നിട്ട് കൈസർ എന്ന് പറഞ്ഞൊരു കൊട്ട. എന്റെ അച്ഛാ, ഒരു എമ്മണ്ടാം പാട്ടി. 4 മക്കളുടെ തന്തയ്ക്ക് കൂട്ടുകിടക്കാൻ മരുമോള് കൊണ്ടുവന്നത് അപ്പന്റെ തോളിന് പൊക്കോളൊരു പട്ടി. എന്റെ അച്ഛൻ ഞാൻ കിട്ടുകിടാന്ന് വിറച്ചുപോയി. എന്റെ അടിപൊളി, നീ ഇതിനെ ഇങ്ങനെ കൊണ്ടുവന്ന് ഇതെന്നെ പിടിച്ച് തിന്നുവല്ലോ. കൈസർ, ദിസ് ഈസ് അവർ പപ്പ. അവൻ വന്ന് എന്നെ മണക്കാനും ഉരുളാനും എന്നെ മേത്തോട്ട് വരയ്ക്കാനും തുടങ്ങി. ഞാൻ മാറിയിട്ട് ഈ സാധനം പോണില്ല, ഇതെന്നെ തോന്നുന്നതിനോടി. എന്റെ അപ്പച്ച, ഒരു കുഴപ്പമില്ല, നീ ഇതിനെ മലയാളം പഠിപ്പിക്കാത്ത എന്തിയടി? അതിന് മലയാളമൊക്കെ അറിയാം, ഞാൻ കൈസർന്ന് വിളിച്ചെന്നുള്ളൂ. അപ്പച്ചൻ അങ്ങനെ വിളിച്ചാൽ മതി, ഒരു കുഴപ്പമില്ല. ഞാൻ നോക്കുമ്പോ അവൻ എന്നെ മുട്ടി ഒരുമി നിൽക്കുക. ഇതാണ് നമ്മുടെ പപ്പ, ഇനി അങ്ങോട്ടും പോണ്ട, പപ്പനെ നോക്കിക്കൊള്ളു എന്ന് പറഞ്ഞു. എന്റെ അച്ഛൻ അറിയോ, 8 കൊല്ലം ആ പട്ടി എനിക്ക് കൂട്ടുണ്ടായിരുന്നു അച്ഛാ. 8 കൊല്ലം. ഈ വലിയ ബംഗ്ലാവില് അവന് സ്വന്തമായിട്ടൊരു മുറി കൊടുത്തിട്ടുണ്ട്, നിലത്ത് കിടക്കയൊക്കെ വിരിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ കൊടുത്തേച്ച് ഞാൻ ഇപ്പുറത്തെ മുറിയിൽ വന്ന് കിടന്നാലുണ്ടല്ലോ, ആ സാധനം വലിച്ചുകൊണ്ട് ഇങ്ങ് വരും എന്റെ കാൽച്ചോട്ടില്. മോനെ, നിന്റെ മുറി അതല്ലേ, നിനക്ക് അവിടെ കിടന്നുകൂടെ? പട്ടിയുടെ സ്നേഹം. അച്ഛനറിയോ അച്ഛാ, ഞാൻ ഈ കട്ടിലേക്ക് കയറി തല ചായച്ച് കിടന്ന് കൂർക്കം വലിക്കണോ ഒച്ച കേൾക്കണം, അവന്റെ തല താഴെ നോങ്ങി. ഉറക്കത്തിലൊന്ന് എഴുന്നേറ്റ് തിരിഞ്ഞു കിടന്ന അവൻ എണീറ്റ് നോക്കി എന്ന് ചോദിക്കും. പട്ടി
മോനെ ഞാനൊന്ന് തിരിഞ്ഞു കിടന്നതാ, നീ ഉറങ്ങിക്കോ, കൂർക്കമ്പലി കേൾക്കണം അവന്റെ തല താഴണമെങ്കിൽ. അച്ഛാ ഞാൻ എഴുന്നേറ്റ് രാത്രി ബാത്റൂമിൽ പോയാൽ വാതയ്ക്ക് വന്ന് കുത്തിയിരിക്കും. എടാ കൊച്ചെ ഞാനൊന്ന് മൂത്രം ഒഴിക്കാൻ വന്നതാ, നീ അവിടെ ഞാൻ കിടന്നോ? അവൻ കിടക്കില്ല. ഞാൻ കിടക്കണം അച്ഛാ, ഈ പട്ടി കിടക്കണമെങ്കിൽ. അച്ചോ നേരം വെളുത്താൽ അവൻ 2 കാലിൽ എഴുന്നേറ്റ് നിന്ന് വാതിലിന്റെ ഓടാമ്പൽ അടിച്ചെന്ന് തുറന്നേച്ച് പുറത്തിറങ്ങിപ്പോയി ഗേറ്റ് ചാടിക്കിടന്ന് പേപ്പർ എടുത്ത് എന്റെ അടുത്ത് കൊണ്ടുവരും. ഞാൻ ഉണർന്നിട്ടില്ലെന്ന് കണ്ട മുഖത്ത് വെച്ച് 2 തൂക്കൽ അങ്ങ് തൂക്കും. ഒരു പട്ടി. അച്ചോ എനിക്ക് 4 മക്കളുണ്ട്, ഒരു പ്രയോജനം ഉണ്ടായില്ല. എന്റെ പട്ടി എന്റെ കൂടെ ഉണ്ടായിരുന്നു 8 കൊല്ലം. ഒരു ദിവസം രാവിലെ ഞാൻ നോക്കുമ്പോ അനക്കുമില്ല അച്ഛാ, എന്റെ പട്ടി മരിച്ചുപോയി. അച്ഛനറിയോ, എന്റെ പട്ടി മരിച്ചിട്ട് 3 ദിവസം ഞാൻ പട്ടിണി കിടന്ന് കരഞ്ഞു. അച്ഛനറിയുമോ, എന്റെ 4 മക്കളും മരിച്ച് 4 ശവപ്പെട്ടി ഒരുമിച്ച് ആ ബംഗ്ലാവിന്റെ മുറ്റത്ത് കൊണ്ടുവന്ന് വെച്ചാൽ ഞാൻ കരയില്ല. ഇത് പറഞ്ഞതൊരപ്പന്റെ മനോനമ്പരമാണെങ്കിൽ ചങ്കിലെഴുതണം മക്കളെ. അനേക മക്കൾക്ക് മാതാപിതാക്കൾക്ക് മക്കളെ കൊണ്ട് സമാധാനമില്ല. ഒരപ്പൻ എന്റെ അടുത്ത് പറഞ്ഞതാ, അയൽവക്കത്തെ വീട്ടിലെ അത്താഴത്തിന് അരി കഴുകുന്ന കാടി പാത്രത്തിൽ വാങ്ങിച്ചത് ഊറ്റി അതിന്റെ തെളി ഊറ്റിക്കളഞ്ഞിട്ട് തവിട് കുറുക്കി തിന്ന് മക്കളെ പഠിപ്പിച്ച അപ്പൻ വൃദ്ധസദനത്തിൽ നെടുവീർപ്പെടുന്നെങ്കിൽ അവന്റെ മക്കൾക്ക് ശുഭം വരില്ല. ഇടിവെട്ടും പോലെ ഈ വാക്കുകൾ ചങ്കിൽ തറച്ചു കയറട്ടെ. ഇതുപോലെ ഒരുപാട് വൃദ്ധമന്ദിരങ്ങളിൽ ഒരുപാട് അപ്പനമ്മമാർ നെടുവീർപ്പെടുന്നുണ്ട്. പക്ഷെ ഒരു കുറ്റം, ഞാൻ ആ അപ്പനോട് ചോദിച്ചു, അപ്പാ ഈ കുഞ്ഞുങ്ങളെ വേദപാഠം പഠിപ്പിച്ചോ? ഇല്ല അച്ഛാ. സന്ധ്യാപ്രാർത്ഥന പഠിപ്പിച്ചോ? ഇല്ല അച്ഛാ. പള്ളി കൊണ്ടോയോ? ഇല്ല അച്ഛാ. ദൈവത്തെ കാണിച്ചു കൊടുത്തില്ല. ഇപ്പൊ മക്കൾ മൂലം സമാധാനമില്ല. ഭാഗ്യവാനേ നിന്റെ മക്കൾ ഒലിവ് തൈ പോലെ. ഒലിവിന്റെ 1ാമത്തെ പ്രത്യേകത അത് സമാധാനമാണ്. മക്കൾ മാതാപിതാക്കൾക്ക് സമാധാനമാകും. ഒലിവിന്റെ 2ാമത്തെ പ്രത്യേകത അതൊരു തണൽ മരമാണ്. എന്ന് വെച്ചാൽ മക്കൾ മാതാപിതാക്കൾക്ക് തണലാവും. മക്കൾ മാതാപിതാക്കൾക്ക് തണലാവും. തണലാവും. ഇപ്പൊ മിക്കവാറും കാർന്നന്മാര് വെയിലത്താ. മക്കളൊക്കെ ലണ്ടൻ, അപ്പനും അമ്മയും മണ്ടൻ. മറക്കണ്ട, ഇനി ഒരു പ്രയോഗം കൂടെ നടത്താം. മക്കളൊക്കെ അമേരിക്കയിലും ലണ്ടനിലും, കൊച്ചുമക്കളൊക്കെ ഊട്ടിയിൽ, അപ്പനും അമ്മയും ഫ്രീസറിൽ. കാരണം ഇത് ചീഞ്ഞു കൊണ്ടിരിക്കണമല്ലോ ഈറ്റിങ്ങൾ വന്നവരെ. മക്കളൊക്കെ മാതാപിതാക്കൾക്ക് തണൽ. ഭാഗ്യവാന്റെ മക്കൾ മാതാപിതാക്കൾക്ക് തണലാവും. ആമേൻ, തണലാവും. ഒലിവിന്റെ 3ാമത്തെ പ്രത്യേകത, ഒലിവ് മരത്തേല് നല്ല തടിയുണ്ട്, അതിന് ചാരി ഇരുന്ന് ആശ്വസിക്കാം. അതൊരു താങ്ങാണ്. മക്കൾ മാതാപിതാക്കൾക്ക് ഒരു താങ്ങാവും. അത് ശരിയാച്ചോ, 100% മക്കൾ നല്ല താങ്ങ് വെച്ചേരേണ്ടത്. ഭാഗ്യവാന്റെ മക്കൾ മാതാപിതാക്കൾക്ക് താങ്ങാവും. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഇവിടെയല്ല, തിരുവനന്തപുരത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ കണ്ണൂർ താമസിക്കുമ്പോ പയ്യന്നൂർ ഗവൺമെന്റ് ആശുപത്രിയിൽ ഒരു രോഗിയെ കാണാൻ പോയതാ, ഇടവകക്കാരനെ. അപ്പൊ ചെല്ലുമ്പോ പ്രിയപ്പെട്ടവരെ, ഞാനൊരു വല്ലാത്ത മനുഷ്യനെ കണ്ടു. 2 കാലും 1 കൈയും തലയും പ്ലാസ്റ്റർ ഇട്ടേക്ക. അപ്പൊ ഈ കണ്ണ് മാത്രമേ പുറത്തുള്ളൂ, 1 കൈ മാത്രം വെളിയിലുണ്ട്, ബാക്കിയൊക്കെ കെട്ടിത്തൂക്കിയിട്ടേക്ക. എനിക്ക് അത്ഭുതം തോന്നി. ഇങ്ങനത്തെ കാഴ്ച കണ്ടാൽ നിങ്ങൾക്ക് എന്താ തോന്നാന്നറിയില്ല, എനിക്ക് ചിരി വരും. ഞാൻ ചിരിച്ചു. ആ മനുഷ്യൻ എന്നെ നോക്കിയിട്ട് ചോദിച്ചു, ഈ മാതിരി കിടപ്പ് കണ്ടിട്ട് ചിരിക്കണ എന്തും മനുഷ്യനാച്ചാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എന്റെ പൊന്നു മനുഷ്യൻ, ഞാൻ ലോകത്ത് ഒരുപാട് മനുഷ്യരെ കണ്ടിട്ട് ഇത്തരം മനുഷ്യനെ ആദ്യമായിട്ട് കാണാം. കണ്ടപ്പോ ആസ്വദിച്ചതാണ്. അടുത്ത് ചെന്നിരുന്നു, നെഞ്ചിലിങ്ങനെ തലോടി. ഇത് എന്താ പറ്റിയെന്ന് ചോദിച്ചു. ഒന്നുമില്ല. പറ്റി? ഒന്നുമില്ലാണ്ട് ഇങ്ങനെ പറ്റുമോ? എന്തോ പറ്റി, സത്യം പറ, എവിടെയോ കുഴപ്പമുണ്ടല്ലോ. ആരാ കൈ നീട്ടം വെച്ച് തന്നേന്ന് ചോദിച്ചു. അപ്പൊ ആ മനുഷ്യൻ കരഞ്ഞിട്ട് പറഞ്ഞു, അച്ഛാ, എന്റെ മക്കൾ. അച്ഛനറിയോ, 39 കൊല്ലം മുമ്പ് തിരുവിതാംകൂറിൽ നിന്ന് ഞാനിവിടെ കുടിയേറി വന്നതാ ജീവിക്കാൻ. 39 കൊല്ലവും രാത്രിയും പകലും കിളച്ച് പണിത് 10-38 ഏക്കർ സ്ഥലം ഉണ്ടാക്കി. എന്റെ മക്കൾക്ക് അത് പങ്കിട്ട് കൊടുക്കാൻ ഇരുന്നതാ. മെരിഞ്ഞാന്ന് ഇത്രയും കിട്ടി. ഒരുത്തൻ വലത്തെ കാല്, ഒരുത്തൻ ഇടത്തെ കാല്, ഒരുത്തൻ കയ്യും തലയും കൂടെ കൂട്ടി. എന്നിട്ട് അപ്പനൊരു ഭാഷ പറഞ്ഞു, അച്ഛാ, 4ാമതൊന്നിനെ ജനിപ്പിക്കാൻ തോന്നാതെ പോയത് കൊണ്ട് 1 കൈ ബാക്കിയുണ്ട്. ചിരിച്ചു തള്ളണ്ട. മക്കൾ താങ്ങാവണത് ഇങ്ങനെയല്ല. വയ്യാതെ വരുമ്പോ 1 കൈ സഹായം, അത് മക്കളിൽ നിന്ന് കിട്ടും. യെസ്, ഒലിവ് മരത്തിന്റെ തടിയിൽ ചാരിയിരുന്ന് ആശ്വസിക്കാം. 3, ഒലിവ് മരം ഒരു താങ്ങാണ്. ഒലിവിന്റെ 4ാമത്തെ പ്രത്യേകത, ഒലിവിന്റെ കായും
ഒലിവിന്റെ എണ്ണയും നല്ല ഭക്ഷണ പദാർത്ഥമാണ്. കൊളസ്ട്രോൾ ഇല്ലാത്ത എണ്ണ. ഒലിവുങ്ക വളരെ പ്രോട്ടീൻസ് ഉള്ള ഒന്നാണ്. 1 കിലോ ഇറച്ചി തിന്നുന്ന നേരം കൊണ്ട് ഓരോ ഒലിവുങ്ക തിന്നാൽ മതി. അത്രമാത്രം വൈറ്റമിൻസ് ആൻഡ് പ്രോട്ടീൻസ് അതിനകത്തുണ്ട്. വൈറ്റമിൻസ് വളരെ കൂടുതലുണ്ട്. നിങ്ങൾ തിന്നിട്ടുണ്ടോ ഒലിവുങ്കായ? കുറെ പേര് തിന്നിട്ടില്ല. ഒലിവുങ്കായ്ക്ക് ഇത്ര ചവർപ്പുണ്ട്, തിന്നാൻ ഇത്ര ബുദ്ധിമുട്ടാണ്. പക്ഷെ തിന്നിറങ്ങിപ്പോയാൽ വളരെ നല്ലതാണ്. തിന്നിട്ടില്ലാത്തവർ വിഷമിക്കേണ്ട, നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാനത് തിന്നിട്ടുണ്ട്. ഇപ്പൊ എന്റെ വീട്ടിൽ ഇരിപ്പുണ്ട്. ഞാൻ കഴിഞ്ഞ മാസം ഈ ഓഗസ്റ്റ് മാസത്തിൽ മസ്കറ്റിൽ പോയി ഒമാനിൽ നിന്ന് വന്നപ്പോ 3 കുപ്പി ഒലിവുങ്ക കൊണ്ടുവന്നു. ആരും അത് പറഞ്ഞങ്ങ് വന്നേക്കരുത്, തരില്ല. പ്രിയപ്പെട്ടവരെ, ഒലിവുങ്ക നല്ല ഭക്ഷണമാണ്. യെസ്, ഒലിവെണ്ണയും നല്ല ഭക്ഷണമാണ്, പാചകത്തിന് ഉപയോഗിക്കാം. പക്ഷെ ഒരു വാക്ക്, ഈ മക്കൾ, ഭാഗ്യവാന്റെ മക്കൾ മാതാപിതാക്കൾക്ക് ഭക്ഷണമായി മാറും. ആമേൻ. ഒരിക്കലും ഭാഗ്യവാന്റെ മക്കൾ അവനെ പട്ടിണിക്കിടില്ല. യഹോവയെ ഭയപ്പെട്ട് അവന്റെ വഴിയിൽ നടക്കുന്ന ഒരു ഭാഗ്യവാന്റെ മക്കൾ അവനെ പട്ടിണിക്കിടില്ല. ഇന്ന് പല നിർഭാഗ്യവന്മാരെയും മൂത്തമോൻ പറയും അങ്ങോട്ട് വെക്കോ, ഇളയമോൻ പറയും ഇങ്ങോട്ട് വെക്കോ, ഇടയ്ക്കുള്ള മോൻ പറയും മോക്കട വെട്ടിപ്പൊക്കോ. ഈ പന്ത് തട്ടിക്കളിയാ, പന്ത് തട്ടിക്കളി. ഒരു കട്ടിലെടുത്തോണ്ട് പുറകെ നടക്കുക. ഒരു ദിവസം ഒരു വല്യപ്പൻ മുമ്പില് ഒരു ബാല്യക്കാരൻ പുറകിൽ കട്ടിലെടുത്തോണ്ട്, വല്യപ്പ ഈ കട്ടിലെടുത്തോണ്ട് എവിടെയാ പോണേ എന്ന് ചോദിച്ചപ്പോ വല്യപ്പൻ പറഞ്ഞു ഇവിടത്തെ പടി തീർന്നു, ഇനി അപ്പുറത്തെ വീട്ടില്ല എന്ന് പറഞ്ഞു. മക്കൾക്ക് ആർക്കും വേണ്ടാന്ന്. ഇവിടെ ആ സൈസ് മക്കളുണ്ടോ? അതേ ഉണ്ടാവുള്ളൂ. ദൈവമക്കളെ, ഭാഗ്യവാന്റെ മക്കൾ അപ്പനും അമ്മയ്ക്കും ഭക്ഷണം കൊടുക്കും. ഭക്ഷണം കൊടുക്കും. ഞാനൊരു ദിവസം തൃശ്ശൂർ പ്രസംഗിച്ചിട്ട് രാത്രി 12 മണിക്ക് വീട്ടിൽ വരുമ്പോ എന്റെ വീട്ടിൽ ലൈറ്റൊന്നും അണച്ചിട്ടില്ല. ഞെട്ടിപ്പോയി. കയറി ചെല്ലുമ്പോ ആ സ്ഥലം പഞ്ചായത്ത് മെമ്പറും അദ്ദേഹത്തിന്റെ ഭാര്യയും കൂടെ വരാണ്ടിലിരിക്കുക. ഒന്നോടെ ഞെട്ടി. എന്തേ മക്കളെയും ചോദിച്ചു. എന്റെ അച്ഛാ, ഒരു കേസ് ആയിട്ട് വന്നതാ. ഇവിടെയോ? അതെ, എന്റെ വീടിന്റെ അടുത്തുള്ള കനാലിൽ ഒരു വെല്ലുമ്മ ചാടി ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു. ഞാൻ അതിനെ വലിച്ചു കയറ്റിയപ്പോ ആത്മഹത്യ ചെയ്തേ അടങ്ങുള്ളൂ എന്ന് പറഞ്ഞു. എന്താന്ന് ചോദിച്ചപ്പോ പറഞ്ഞു അമ്മച്ചിക്ക് 5 മക്കളുണ്ട്. 5 മക്കൾക്കും കോടിക്കണക്കിനൂടെ മുതലുണ്ട്. അവർക്ക് ആർക്കും അമ്മച്ചിയെ വേണ്ട. അമ്മച്ചിയുടെ കയ്യിൽ 2 ലക്ഷം രൂപയുണ്ട്. അത് കിട്ടാൻ വേണ്ടി അവർ മത്സരമാണ്. ഇന്ന് അമ്മച്ചീനെ കൊങ്ങാക്കി പിടിച്ച് ഞെക്കിയത്രേ. അമ്മച്ചി ചാവാൻ വേണ്ടി ഇറങ്ങിപ്പോന്ന കനാലി ചടിതാ, ഞാൻ രക്ഷിച്ചു കയറ്റി. അപ്പൊ അവസാനം ആലോചിച്ച് നോക്കിയപ്പോ അച്ഛന്റെ വീട് ഇവിടെ അടുത്താണല്ലോ. അച്ഛനെ ഒന്ന് കണ്ട് ആശ്വസിപ്പിച്ച ചിലപ്പോ ഈ അമ്മ രക്ഷപ്പെട്ടേക്കും എന്ന് വിചാരിച്ചാ ഞങ്ങൾ കൊണ്ടുവന്നത്. നോക്കുമ്പോ അമ്മച്ചി ഇരിക്കുക. അമ്മച്ചിയെ ചെന്ന് കണ്ടു. അച്ഛാ, ഈ കഥ മുഴുവൻ പറഞ്ഞു. 5 മക്കളുണ്ട്, ഇട്ടുപോടാൻ പണമുണ്ട്, എന്നെ ആർക്കും വേണ്ട, പുറത്തിറക്കി വിട്ടു. എന്നെന്റെ മോനും മരുമോളും കൂടെ കഴുത്തിന് പിടിച്ച് ഞെക്കി. കരുവാളിച്ച അടയാളം ഞാൻ കണ്ടു. ഈ അമ്മച്ചി പറഞ്ഞു അച്ഛാ, ഞാൻ 6 മാസം കൂടി കണ്ണീര് വീഴാതെ ഇച്ചിരി കഞ്ഞി കുടിച്ചു, ഈ മോള് വിളമ്പി തന്നിട്ട്, എന്റെ ഭാര്യ. ഞാൻ ചോദിച്ചു അമ്മച്ചിക്ക് അസുഖം വല്ലതും ഉണ്ടോ? അച്ഛാ, 2 അറ്റാക്ക് കഴിഞ്ഞതാ, 3ാമത്തെ അറ്റാക്കിന് ചാവൂന്ന് എല്ലാരും പറയണേ, അതങ്ങ് വേഗം സംഭവിച്ചാൽ മതിയായിരുന്നു. ഞെട്ടിപ്പോയി ഞാൻ. എന്റെ വീട്ടിലായിരിക്കണേ. ഇന്ന് രാത്രി 3ാമത്തെ അറ്റാക്ക് ഉണ്ടായ സമാധാനം ഞാൻ തന്നെ പറയണ്ടേ? എന്താ പറയണേ? നേരം വെളുക്കണത് വരെ 5 മക്കളുടെ അമ്മയ്ക്ക് അച്ഛൻ കാവലിരുന്നു, ഒരുപോലെ ഉറങ്ങാതെ. ആരാന്റെ അമ്മയ്ക്ക് കാവലിരിക്കലല്ലേ അച്ഛന്റെ പണി? അപ്പനും അമ്മയും വേണ്ടാത്തവരൊക്കെ കോതോങ്കലത്തിന് വിട്ടേരെ കേട്ടോ. അപ്പൊ അവരച്ഛനുണ്ടല്ലോ കാവലിരിക്കാൻ. പ്രിയപ്പെട്ടവരെ, മക്കൾ മാതാപിതാക്കൾക്ക് ഭക്ഷണം കൊടുക്കും. ഒലിവിന്റെ 5ാമത്തെ പ്രത്യേകത, ഒലിവെണ്ണ അതൊരു സിദ്ധ ഔഷധമാണ്. ഒലിവെണ്ണ, ഒലിവിന്റെ എണ്ണ തീപ്പൊള്ളലിന് ഏറ്റവും നല്ല മരുന്നാണ് ഒലിവെണ്ണ. തീപ്പൊള്ളലിന് ഏറ്റവും നല്ല മരുന്ന്. അത് തൂത്തുകൊടുത്താൽ പിന്നെ തൊലി പൊങ്ങുന്ന പ്രശ്നമില്ല, പൊള്ളലിന്റെ അടയാളം പോലും കാണില്ല. ഇനി പൊള്ളിയുടെ അടയാളം ഉണ്ടെങ്കിൽ ഒലിവെണ്ണ സ്ഥിരമായിട്ട് ഉപയോഗിച്ചോളൂ, അതങ്ങ് മാഞ്ഞു പോയിക്കോളും. ഒലിവിന് നല്ല തണുപ്പാണ്. തലയിൽ വെച്ചാൽ മിക്കവാറും വട്ട് കേസ് മാറും. ദൈവമക്കളെ, ഒലിവെണ്ണയ്ക്ക് നല്ല തണുപ്പാണ്. വീണ്ടും ഈ ഒലിവിനൊരു വളരെ നല്ല ഔഷധ ഗുണമുണ്ട്. കുളി കഴിയുമ്പോൾ 2 തുള്ളി ഒലിവെണ്ണ കൈവെള്ളയിലിട്ട് തിരുമ്മി ചൂടാക്കി ശരീരത്തിലും മുഖത്തും പൂശുക. നിത്യ യൗവനം ഫലം. ഇവിടെ ഇരിക്കുന്ന സഹോദരിമാര് തൊലി ചുളുങ്ങാണ്ടിരിക്കാൻ ബ്യൂട്ടി പാർലറിൽ പോയി ആഴ്ചതോറും ബ്ലീച്ച് ചെയ്ത് പെയിന്റ് അടിക്കുക. ഒരുപാട് ബ്ലീച്ച് ചെയ്യേണ്ടി വരില്ല, ഒരു ദിവസം നീ ബ്ലീച്ച് ആവും. നിന്റെ മുഖത്ത് തേക്കുന്ന കെമിക്കൽസ് നിന്നെ ക്യാൻസർ രോഗിയാക്കും. അതുകൊണ്ട് മുഖം ബ്ലീച്ച് ചെയ്യാൻ നിൽക്കണ്ട. ഒലിവെണ്ണ നല്ല മരുന്ന. പിന്നെ മുഖത്തെ എണ്ണ കുത്തുകൊണ്ട് നടക്കല്ലേ, വേണ്ട, അത് ക്യാൻസർ വരുമ്പോ പഠിക്കും. ഒലിവെണ്ണ ഒരു സിദ്ധ ഔഷധമാണ്. മക്കൾ മാതാപിതാക്കൾക്ക് ഔഷധമാകും. ഒലിവിന്റെ 5 ഗുണങ്ങൾ മനസ്സിലായോ? എന്തിനാ വന്നിരുന്നേ? എല്ലാരും ഉറക്കം തൂങ്ങുക. 1 പോയി സമാധാനം, 2 തണൽ, 3 താങ്ങ്, 4 ഭക്ഷണം, 5 ഔഷധം. 5 ഗുണങ്ങളുള്ള ഒലിവ് തൈ പോലെ ഇരിക്കും ഭാഗ്യവാന്റെ മക്കൾ.
മേശയ്ക്ക് ചുറ്റും. തീർന്നില്ല. ഭാഗ്യവാനേ, നിന്റെ മക്കളുടെ മക്കളെ നീ കാണും. നാലാമത്തെ ഭാഗ്യം. ഭാഗ്യവാനേ, നിന്റെ മക്കളുടെ മക്കളെ നീ കാണും. ഇതിനകത്ത് 2 അനുഗ്രഹമുണ്ട്. 1, നിനക്ക് പുത്രസമ്പത്തുണ്ടാകും. 2, നിനക്ക് ദീർഘായുസ്സുണ്ടാകും. യഹോവയെ ഭയപ്പെട്ട് അവന്റെ വഴിയിൽ നടക്കുന്ന ഭാഗ്യവാനേ, നിനക്ക് ദീർഘായുസ്സുണ്ടാകും, നിനക്ക് പുത്രസമ്പത്തുണ്ടാകും. നീ നിന്റെ മക്കളുടെ മക്കളെ കാണും. 5-ാമത്തേതും അവസാനത്തേതുമായ അനുഗ്രഹം, നീ യെരൂശലേമിന്റെ നന്മ കാണും. സിയോനിൽ നിന്ന് നീ യഹോവയെ സ്തുതിക്കും. എന്ന് വെച്ചാൽ സ്വർഗ യെരൂശലേമിൽ നിത്യപട്ടണത്തിൽ കർത്താവിന് പാട്ടുപാടാൻ സ്വർഗത്തിൽ നീ ചെല്ലും. ആമേൻ. സ്വർഗത്തിൽ നീ ചെല്ലും. ഇതിൽ പരം എന്താ വേണ്ടത്? 128-ാം സങ്കീർത്തനം 128 വട്ടം വായിച്ചതുകൊണ്ട് സ്വർഗത്തിൽ പോകില്ല. അതിനകത്ത് പറയുന്നത് ജീവിതത്തിൽ പ്രാവർത്തികമാകണം. അതുകൊണ്ട് ദൈവ പൈതലേ, 128-ാം സങ്കീർത്തനം പഠിച്ചെങ്കിൽ അത് ജീവിതത്തിൽ നടപ്പാകട്ടെ. ആരാണ് ഭാഗ്യവാൻ? യഹോവയെ ഭയപ്പെട്ട് അവന്റെ വഴികളിൽ നടക്കുന്ന ഏവനും. യഹോവയെ ഭയപ്പെടണം. എന്തുകൊണ്ട്? 3 കാരണങ്ങൾ. 1, ദൈവം സ്നേഹമാണ്. 2, ദൈവം നീതിമാനാണ്. 3, ദൈവം പരിശുദ്ധനാണ്. യഹോവയുടെ വഴികളിൽ നടക്കണം. പാപത്തിന്റെ വഴി വിട്ടുപോരണം. അപ്പോൾ നീ ഭാഗ്യവാനായി. എങ്കിൽ നിന്റെ ഭാഗ്യങ്ങൾ 5 കൂട്ടം കാര്യങ്ങൾ. 1, നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തന്നെ തിന്നും. 2, നിന്റെ ഭാര്യ വീടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെ ഇരിക്കും. 3, നിന്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും പഞ്ചഗുണങ്ങളുള്ള ഒലിവ് തൈ പോലെ ഇരിക്കും. 4, നിന്റെ മക്കളുടെ മക്കളെ നീ കാണും, നിനക്ക് ദീർഘായുസ്സുണ്ടാകും. 5, സ്വർഗ യെരൂശലേമിന്റെ നന്മ ഒരു ദിവസം നീ കാണും. സിയോന്റെ തെരുവിൽ നീ നൃത്തം ചെയ്യും. ഹല്ലേലൂയ. മഹാഭാഗ്യം. സ്വർഗത്തിന്റെ തെരുവിൽ കർത്താവിനോട് കൂടെ. 8:30 മണി സൂചി കറക്റ്റ് ചെന്ന് നിന്നില്ലേ നോക്കി. ഇതിന്റെ പേരാണ് ആസൂത്രണം എന്ന് പറയുന്നത്. വളരെ ക്ലിപ്തപ്പെടുത്തി ആ മെസ്സേജ് അവസാനിപ്പിക്കുകയാണ്. ദൈവമക്കളെ, അധിക പ്രസംഗം അച്ഛൻ പറഞ്ഞു എന്ന് ആരും പറയരുത്. ഈ സങ്കീർത്തനം ഇന്ന് രാത്രി വീണ്ടും 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 മനനം ചെയ്യുക. ഭാഗ്യവാന്റെ പട്ടികയിൽ പേരില്ലെങ്കിൽ ഇന്ന് പേര് ചേർത്ത് വെക്കുക. ഫലപ്രദമായി മുന്തിരിവള്ളി ആയിട്ടില്ലെങ്കിൽ ആയിത്തീരുക. മക്കളെ, അനുഗ്രഹിക്കപ്പെട്ട ഒലിവ് തൈകളായി നിങ്ങളെ തന്നെ ചമയ്ക്കുക. ഈ സങ്കീർത്തനം നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുവാൻ ഇടവരട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. തലകളെ വണക്കാം, കണ്ണുകളെ അടയ്ക്കാം. ഹല്ലേലൂയ. ഞങ്ങളെ അളവറ്റ് സ്നേഹിക്കുന്ന കരുണാസമ്പൂർണനായ വാഴ്ത്തപ്പെട്ട കർത്താവേ, സ്വർഗീയ പിതാവേ, മഹത്വത്തിന്റെ രാജാവേ, ഈ മനോഹരമായ നല്ല രാത്രിക്കായി നന്ദിയോടെ സ്തോത്രം. പ്രാണപ്രിയ, ഞങ്ങൾ ഇരിക്കുന്നത് പാദപീഠത്തിലാകുന്നു. അവിടെ നിന്ന് മനസ്സൽവ് തോന്നി എഴുന്നള്ളി വന്നല്ലോ. 128-ാം സങ്കീർത്തനത്തിലൂടെ വളരെ ആഴമായി ഞങ്ങളോട് സംസാരിച്ചല്ലോ. ആരാണ് ഭാഗ്യവാൻ? എന്താണ് ഭാഗ്യത്തിന്റെ മാനദണ്ഡം? ഞങ്ങൾക്ക് നീ ബോധ്യപ്പെടുത്തി തന്നല്ലോ. യഹോവയെ, നിന്നെ ഭയപ്പെട്ടും നിന്റെ വഴികളിൽ നടന്നും ഭാഗ്യവാന്മാരായി തീരാൻ ഞങ്ങളെ സഹായിക്കണമേ. രക്തകോട്ടയിൽ ഞങ്ങളെ കാക്കണമേ. കൃപയിൽ ഞങ്ങളെ പൊതിയണമേ. ദൈവമേ, ഞങ്ങളുടെ കുടുംബജീവിതത്തെ സ്വർഗമാക്കി മാറ്റണമേ. ഭാഗ്യവാന്റെ കുടുംബമായി, ഫലപ്രദമായ മുന്തിരിവള്ളികളായി ഭാര്യമാരെ തീർക്കണമേ. മനോഹരമായ ഒലിവുതൈകളായി കുഞ്ഞുങ്ങളെ തീർക്കണമേ. ദീർഘായുസ് കൊടുക്കണമേ. ആഹരിപ്പാനുള്ള കൃപ കൊടുക്കണമേ. പുത്രസമ്പത്ത് കൊടുക്കണമേ. സ്വർഗ യെരൂശലേമിന്റെ നന്മ കാണുവാനുള്ള ഭാഗ്യം കൊടുക്കണമേ. ഇന്ന് ഈ ആലയത്തിൽ ശബ്ദപരിധിക്കുള്ളിൽ വന്ന ഒരു കുഞ്ഞു പോലും അനുഗ്രഹിക്കപ്പെട്ടല്ലാതെ, സൗഖ്യപ്പെട്ടല്ലാതെ, വിടുതൽ അനുഭവിച്ചല്ലാതെ, രക്ഷ കണ്ടെത്തിയല്ലാതെ മടങ്ങുവാനിട വരരുത് എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ സങ്കീർത്തനത്തെ ഞങ്ങളെ വ്യാഖ്യാനിച്ച് കേൾപ്പിച്ചത് ഞങ്ങളുടെ ജീവിതത്തിലെ വലിയ വിടുതൽ നീ ലക്ഷ്യമിട്ടിട്ടാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ദൈവമേ, ഞങ്ങൾ ഒരുക്കണമേ. പുതിയ സൃഷ്ടിയാക്കി തീർക്കണമേ. ഇന്ന് ഭാഗ്യവാന്മാരായി, ഭാഗ്യവതികളായി, അനുഗ്രഹിക്കപ്പെട്ടവരായി, ദൈവവഴി തെരഞ്ഞെടുത്തവരായി, ദൈവത്തെ ഭയപ്പെടുന്നവരായി മടങ്ങുവാൻ സഹായിക്കണം. കൃപ കൊണ്ട് നിറച്ചാട്ടെ. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവമക്കളെ, ഇന്ന് സന്ധ്യാകാലം ഇവിടെ വന്ന് നിങ്ങളൊത്ത് ദൈവത്തിന്റെ വചനം പങ്കുവയ്ക്കുവാൻ എന്നെ ശക്തനാക്കിയ ദൈവത്തെ സ്തുതിക്കുന്നു. ബഹുമാനപ്പെട്ട വികാരി അച്ഛനോട്, ഈ പള്ളിയിലെ കമ്മിറ്റി അംഗങ്ങളോട്, ഇടവക ജനങ്ങളോട്, ശേഷം വന്നു ചേർന്നിട്ടുള്ള എല്ലാവരോടും പ്രത്യേകാൽ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നു. നിങ്ങൾ അച്ഛനെ ഓർത്ത് പ്രാർത്ഥിക്കണം. മുൻപ് വികാരി അച്ഛൻ ഓർമ്മിപ്പിച്ചതുപോലെ എല്ലാ വ്യാഴാഴ്ചയും വൈകുന്നേരം 6:30 ശാലേം ടെലിവിഷനിൽ സുവിശേഷ പ്രഘോഷണം നടത്തുന്നുണ്ട്.
വളരെ ചിലവേറിയ ഒരു ശുശ്രൂഷയാണ്. ഒരു എപ്പിസോഡ് ക്രമീകരിക്കാൻ 4000 രൂപ ഇപ്പോൾ എക്സ്പെൻസ് ഉണ്ട്. നിങ്ങളിൽ തന്നെ ചിലരൊക്കെ ഇതിന് പലപ്പോഴായി കൈത്താങ്ങൾ തന്നിട്ടുള്ളത് നന്ദിയോടെ ഓർക്കട്ടെ. ഇതുവരെയും മുട്ടു വന്നിട്ടില്ല. ഈ ശുശ്രൂഷ ഇന്ന് നിങ്ങളിവിടെ ഒരുപക്ഷെ 10,000 മുടക്കി ഈ മെസ്സേജ് ക്രമീകരിച്ചപ്പോൾ കേട്ടത് 500-ലധികം താഴെ ആളുകളാണ്. എന്നാൽ ഒരു എപ്പിസോഡ് TV-യിൽ പ്രസംഗിച്ചാൽ 1 കോടി ആളുകൾ വചനം കേൾക്കും. 1 കോടി ആളുകൾ. അനേകം പേർ മാനസാന്തരപ്പെടാനും സൗഖ്യപ്പെടാനും ഒക്കെ ആ ശുശ്രൂഷ ഇടവരുത്തിയിട്ടുണ്ട്. നിങ്ങൾ ആ മിനിസ്ട്രിയെ ഓർത്ത് പ്രാർത്ഥിക്കണം. എല്ലാ ശനിയാഴ്ചകളിലും രാവിലെ 11 മണിക്ക് ഇപ്പോൾ മെസ്സേജ് റീടെലികാസ്റ്റ് ചെയ്യുന്നുണ്ട്. ശാലോങ്കാർ സ്വന്തം നിലയിൽ ചെയ്യുന്നതാണ്. സൗകര്യമുള്ളവർക്ക് അത് ശ്രവിക്കാവുന്നതാണ്. നിങ്ങൾ അച്ഛനെ ഓർത്ത് പ്രാർത്ഥിക്കണം. നിങ്ങൾ കാണിച്ച സ്നേഹത്തിനും കൂട്ടായ്മയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവനാമം